പ്രൊക്ലൈംഡ് പേഴ്സൺ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. വന്നിട്ടേ ഇല്ല. അത് ഉറപ്പിച്ചല്ലോ. ഇനി എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. ഡസ് നോട്ട് അപ്പിയർ വിത്തിൻ ദ ടൈം സ്പെസിഫൈഡ് ഇൻ ദ പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ പറഞ്ഞ സമയത്ത് വന്നില്ല. The property under attachment shall be disposal of the state. സ്റ്റേറ്റിന്റെ മറ്റു മാനദണ്ഡങ്ങൾ എന്തനുസരിച്ചാണോ അതിനനുസരിച്ച് വിൽക്കാം. എന്തു ഓപ്ഷൻ ആണ് മാനദണ്ഡം. ഓപ്ഷൻ സെയിൽ. ഓപ്ഷൻ സെയിൽ പ്രകാരം എന്ത് ചെയ്യാം, വിൽക്കാം. മനസ്സിലായല്ലോ എങ്ങനെ വിൽക്കാം. ബട്ട് ഇറ്റ് ഷാൽ നോട്ട് ബി സോൾഡ് അണ്ടിൽ ദ എക്സ്പിറേഷൻ ഓഫ് 6 months. 6 months വരെ എന്ത് ചെയ്യരുത്, വിൽക്കരുത്. എന്തുകൊണ്ടാ? അവിടെ 1 വർഷം കഴിഞ്ഞാൽ വോയിസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രം ദ ഡേറ്റ് ഓഫ് ദ അറ്റാച്ച്മെന്റ് അണ്ടിൽ ദ ക്ലെയിം പ്രിഫേർഡ് ഓർ ഒബ്ജക്ഷൻ മെയ്ഡ് അണ്ടർ സെക്ഷൻ 84 ഹാസ് ബീൻ ഡിസ്പോസ്ഡ് അണ്ടർ ദ സെക്ഷൻ. ഇപ്പോൾ 84 പ്രകാരം എന്ത് വന്നിട്ടുണ്ട്, ഒബ്ജക്ഷൻ വന്നിട്ടുണ്ട്. ആ ഒബ്ജക്ഷൻ ഡിസ്പോസ് ചെയ്യുന്നത് വരെയും അതിന് ശേഷം 6 മാസവും വിൽക്കരുത്. അൺലെസ് ഇറ്റ് ഈസ് സബ്ജക്ട് ടു സ്പീഡി ആൻഡ് നാച്ചുറൽ ലീക്കേ. എങ്ങനാണെങ്കിൽ സ്പീഡി ആൻഡ് നാച്ചുറൽ ലീക്കേ ആണെങ്കിൽ വിൽക്കാം. ഓക്കെ. ഒരു കാറാണ് അറ്റാച്ച് ചെയ്തിട്ടേക്കുന്നത്, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അവിടെ കിടന്ന് തുരുമ്പെടുത്ത് പോകും. The court is considers that the sale would be more benefited to the owner. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കാറാണ്, വിറ്റ് ട്രഷറിയിൽ പണം അടയ്ക്കുന്നതാണ് ആർക്ക് ഗുണം, ഓണർക്ക് ഗുണം. In either of which case the court may cause it is sold whenever it is think fit. അതിനനുസരിച്ച് കോടതിക്ക്, അതിൻ്റെ കോടതി നേരിട്ടങ്ങ് ചെയ്യുമല്ലോ, അവിടുത്തെ ഓഫീസർമാരെ വിട്ട് അവൻ്റെ അവസ്ഥകളൊക്കെ അന്വേഷിച്ചിട്ട് സർക്കാരിനാണെങ്കിലും വാദിക്കാണെങ്കിലും പ്രതിക്കാണെങ്കിലും കൂടുതൽ ഗുണകരം ഏതാണ്, വിറ്റ് പൈസ ട്രഷറിയിൽ അടയ്ക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ വിറ്റ് ട്രഷറിയിൽ അടയ്ക്കാം. നിങ്ങൾ നോക്കിയാൽ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ എത്ര വാഹനങ്ങളാണ് കിടക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് ഓപ്ഷൻ സെയിൽ വെച്ച് വിറ്റ് ട്രഷറി പണം അടയ്ക്കണം. കേസ് ജയിക്കുവാണെങ്കിൽ അവൻ പണം എടുത്തോണ്ട് പോട്ടെ അല്ലേ. ജയിച്ചില്ലെങ്കിൽ ആ പൈസ സർക്കാരിന് കിട്ടും. ഇതിപ്പോ സർക്കാരിനും കിട്ടത്തില്ല, കക്ഷിക്കും കിട്ടുകയല്ലോ. നിയമ ഭേദഗതി വരേണ്ട വിഷയം അത്. ഇതിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് ഏതാണെങ്കിൽ ഓർഡർ കൊടുക്കാൻ പറയുന്നുണ്ടല്ലോ. പക്ഷേ അങ്ങനെയാണെങ്കിലും മണൽ വണ്ടിയൊക്കെ പിടിച്ചാൽ മണൽ വണ്ടി അടക്കം ലേലം ചെയ്യാൻ ഇതുവരെ നിയമമില്ല. നിയമം ഉള്ളതല്ലേ സർക്കാർ ഉദ്യോഗസ്ഥന് ചെയ്യാൻ പറ്റൂ. ആസ് തിങ്ക് ഫിറ്റ് എന്ന് പറഞ്ഞാലും നിയമമില്ലാത്ത കാര്യം ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ഹൈക്കോടതി ഉദ്യോഗസ്ഥനാ, തിങ്ക് ഫിറ്റ് എന്ന് പറഞ്ഞാൽ നിയമമില്ലാതെ ചെയ്യാൻ പറ്റൂ? പറ്റില്ല. നിയമവും റൂളും ഒക്കെ നോക്കിയാൽ ചെയ്യാൻ പറ്റും. അടുത്ത വായിച്ചേ 3. If within 2 years from the date of the attachment, any person whose property is or less than has been at the disposal of the state government under subsection 2 appears voluntarily or is apprehended and brought before the court by whose order the property was attached, or the court to which such court is subordinate, and proves to the satisfaction of such a court that he did not abscond or conceal himself for the purpose of avoiding execution from the execution of the warrant, and that he had not such notice of the proclamation as to enable him to attend within the time specified therein such a property, or if the same has been sold, the net proceeds of the sale, or if part only thereof has been sold, the net proceeds of the sale, and the residue of the property shall, after satisfying therefrom all costs incurred in consequence of the attachment, be delivered to him. Yes. ഇത് പറഞ്ഞേ. If within 2 years from the date of attachment, if അങ്ങനെയെങ്കിൽ within the 2 years of the date of attachment, attachment നടത്തി 2 വർഷത്തിനകം,
എനി പേഴ്സൺ ഹൂസ് പ്രോപ്പർട്ടി ഈസ്, ആരുടെ പ്രോപ്പർട്ടിയാണോ അറ്റാച്ച് ചെയ്തത്, ഓർ ഹാസ് ബീൻ ദ ഡിസ്പോസൽ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസ്പോസൽപ്പെട്ട സാധനമാണെങ്കിൽ, അണ്ടർ സച്ച് സെക്ഷൻ 2, എവിടെ സബ്സെക്ഷൻ 2 പ്രകാരം ഡിസ്പോസ് ചെയ്ത സാധനമാണെങ്കിൽ, അപ്പിയേഴ്സ് വോളണ്ടറിലി ഓർ ഈസ് അപ്രിഹെൻഡഡ് ടു ബ്രോട്ട് ബിഫോർ ദ കോർട്ട് ബൈ ഹൂസ് ഓർഡർ ദ പ്രോപ്പർട്ടി വാസ് അറ്റാച്ച്, ആരുടെ ഓർഡർ പ്രകാരമാണോ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അത് കോടതിയിൽ കൊണ്ടുവന്നാൽ, ദ കോർട്ട് ടു വിച്ച് ദ കോർട്ട് ഈസ് ടു ബി സബോർഡിനേറ്റ്, ഏത് കോടതിയുടെ സബോർഡിനേറ്റ് ആയിട്ടാണോ അവിടെ പ്രവർത്തിക്കുന്നത്, ആൻഡ് പ്രൂവ്സ് ടു ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സച്ച് കോർട്ട് ദാറ്റ് ഹി ഡിഡ് നോട്ട് അബ്സ്കൗണ്ട്, ഒരുത്തൻ കോടതി വന്നിട്ട് പറയുകയാണ് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, മുങ്ങിയിട്ടില്ല, he did not abscond or conceal himself, ഞാൻ ഒളിച്ചിരുന്നിട്ടില്ല, ഫോർ ദ പർപ്പസ് ഓഫ് അവോയ്ഡിങ് എക്സിക്യൂഷൻ ഓഫ് ദ വാറണ്ട്, വാറണ്ടിൽ നിന്ന് ഞാൻ ഒളിച്ചോടിയിട്ടില്ല, ആൻഡ് ദാറ്റ് ഹി ഹാഡ് നോട്ട് ടു സച്ച് നോട്ടീസ് ഓഫ് പ്രൊക്ലമേഷൻ ആസ് ടു എനേബിൾ ഹിം ടു അറ്റൻഡ് വിത്തിൻ ദ ടൈം സ്പെസിഫൈഡ് ഇൻ, എനിക്കെതിരെ വാറണ്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്താണ് സ്പെസിഫൈഡ് ഹിം, വിത്തിൻ ദ ടൈം സ്പെസിഫൈഡ് ദെയർ ഇൻ സച്ച് പ്രോപ്പർട്ടി, if the same has been sold, the net proceeds of sale, or if the only there of sold, the net proceed of sale, the reside in the property shall, after satisfying therefrom all cost incurred in the consequence of attachment, be delivered to him. എന്ത് ചെയ്യുക, അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വിലയല്ല, ഈ പ്രൊസീജിയറിൻ്റെ കോസ്റ്റ് അടച്ചതിന് ശേഷം ആ പ്രോപ്പർട്ടി അയാൾക്ക് തിരിച്ചു കൊടുക്കുക. എങ്ങനെയാണ് ഞാൻ പ്രൊക്ലമേഷൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഞാൻ അറസ്റ്റിൽ നിന്ന് മുങ്ങിയിട്ടില്ല എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഞാൻ ഒളിച്ചിരുന്നിട്ടില്ല എന്ന് പറയുന്നത്, എനിക്ക് ആക്സിഡൻ്റ് ആയി ഞാൻ ആശുപത്രി കിടക്കുകയായിരുന്നു, അത് ഈ സംസ്ഥാനത്തിന് പുറത്താണ് ആക്സിഡന്റ് നടന്നത്, സംസ്ഥാനത്തിനകത്ത് മലയാള മനോരമയെ മാത്രമേ എന്ത് കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ പരസ്യം കൊടുത്തിട്ടുള്ളൂ, തമിഴ്നാട്ടിൽ ഇത് അവൈലബിൾ അല്ലായിരുന്നു. ഞാൻ ഇനി വന്നപ്പോഴേക്കും എൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭൂമി അറ്റാച്ച് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അറസ്റ്റ് വാറണ്ട് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല, പ്രൊക്ലമേഷൻ നടത്തിയായിട്ട് എനിക്ക് അറിയില്ല. അങ്ങനെയൊക്കെ സത്യസന്ധമായി ആർഗ്യൂ ചെയ്യുകയും, ഇപ്പോൾ എറണാകുളത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് ഉത്തരവിട്ടതെങ്കിൽ ജില്ലാ കോടതിയിൽ അപ്പീൽ കൊടുക്കുകയും ചെയ്താൽ ഈ അറ്റാച്ച്മെൻറ്റ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. പക്ഷെ വൺ കണ്ടീഷൻ, ഗവൺമെൻറ്റിന് ചിലവായ പൈസ ആരടക്കണം, നമ്മൾ അടയ്ക്കണം. എങ്ങനാ, ഷാൽ ആഫ്റ്റർ സാറ്റിസ്ഫൈങ് therefrom all cost incurred consequent of attachment, അറ്റാച്ച്മെൻറ്റിന് ചിലവായ കോസ്റ്റ് ഈടാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, അറ്റാച്ച്മെൻറ്റിൽ നിന്ന് റിലീസ് ചെയ്യാം. സോൾഡ് ആയിട്ടുണ്ടെങ്കിലും സോൾഡ് ചെയ്തെങ്കിലും കേട്ടില്ല, ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഗവൺമെന്റ് അതിന്റെ ചെലവും മറ്റവർക്ക് അടച്ചിട്ട് റിലീസ് ചെയ്ത് കൊടുക്കും. അത് പറഞ്ഞല്ലോ, എല്ലാം ഈ ഹാസ് ബീൻ സോൾഡ്. Okay. Yes. Okay. Okay. 86. Okay. ആർദ്ദ വായിച്ചേ. Appeal from order rejecting application for restoration of a attached property. Any person referred to in subsection 3 of section 85 who is aggrieved by any refusal to deliver property or the proceeds of the sale thereof may appeal to the court to which appeals ordinarily lie from the sentence of the first mentioned court. Yes. നമ്മളെന്തോ പറഞ്ഞേ,
86 അപ്പീൽ അല്ലേ? അതെ. അപ്പീൽ ഫ്രം ഓർഡർ റിജക്റ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ restoration of attached property. Why person referred to in subsection 3 of section 85 who is aggrieved by the refusal to deliver your property or proceed of sale thereof may appeal to the court to which the appeal ordinarily lie from the sentence of the first mentioned court. ഇവിടെ എന്തോ പറഞ്ഞേ? അപ്പീൽ ഫ്രം ഓർഡർ ഓഫ് റിജക്റ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ റെസ്റ്റോറേഷൻ ഓഫ് അറ്റാച്ച്ഡ് പ്രോപ്പർട്ടി. അറ്റാച്ച്ഡ് പ്രോപ്പർട്ടി റെസ്റ്റോർ ചെയ്യുന്നതിൽ നമ്മൾ എന്ത് കൊടുത്താൽ, അപ്പീൽ കൊടുത്താൽ അത് പരിഗണിച്ചില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വേണ്ടി അപ്പീൽ പോകുന്നു. എനി പേഴ്സൺ റെഫേർഡ് ഇൻ സബ്സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 85 സബ്സെക്ഷൻ 3 പ്രകാരം എന്ത് ചെയ്താൽ, അപ്പീല് കൊടുത്ത് റിജക്റ്റ് ചെയ്താൽ, ഈസ് അഗ്രീഡ് ബൈ ദ ഓർഡർ, അങ്ങനെയുള്ള ഓർഡറിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ അഗ്രി പാർട്ടി ആണെങ്കിൽ എന്ത് ചെയ്യാം? എനി റെഫ്യൂസൽ ഡെലിവർ ദ പ്രോപ്പർട്ടി ടു പ്രൊസീഡ് ആൻഡ് സെയിൽ thereof may appeal to the court to which appeals ordinarily lie from the sentence of first mentioned court. ഇപ്പം നിലവിൽ നമ്മൾ പറയുന്നു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് അറ്റാച്ച്മെന്റ് ഓർഡർ ഇട്ടത്, നമുക്ക് എവിടെ പോവാം അപ്പീലായിട്ട്? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പോവാം. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നമ്മുടെ അപ്പീൽ തള്ളിയാൽ നമുക്ക് ജില്ലാ കോടതി പോവാം. ജില്ലാ കോടതിയാണ് അപ്പീൽ തള്ളിയെങ്കിൽ ഹൈക്കോടതി പോവാം എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അടുത്തത് എന്തുവാ? ഡി, വാറണ്ട് അല്ലേ? Other rules regarding process. Yes. Issue of warrant in lieu of or in addition to summons. A court may, in any case in which it is empowered by this court, to issue a summons for the appearance of any person, issue after recording the reasons in writing a warrant for his arrest. If either before the issue of such summons or after the issue of the same, but before the time fixed for his appearance, the court sees reason to believe that he has absconded or will not obey the summons, or if at such time he fails to appear and the summons is proved to have been duly served in time to time, admit of his appearing in accordance therewith, and no reasonable excuse is offered for such failure. Yes, അവിടെ എന്തോ പറഞ്ഞേ നോക്കൂ. Sure. ഡി, അതർ റൂൾസ് റിഗാർഡിംഗ് പ്രോസസ്. നമ്മൾ 2-3 കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സമൻസ്, 2 വാറണ്ട്, വാറണ്ടിന്റെ ഭാഗമായി അറ്റാച്ച്മെന്റ് അല്ലേ? 3 അതർ റൂൾസ് റിഗാർഡിംഗ് പ്രോസസ്. എങ്ങനെയാണ് കോടതി വാദിയെ അല്ലെങ്കിൽ പ്രതിയെ അല്ലെങ്കിൽ സാക്ഷിയെ കോടതിയിൽ എത്തിക്കുന്നത് എന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ്. അവിടെ പറയുന്നത് ഇഷ്യൂസ് ഓഫ് വാറണ്ട് ഇൻ ലിeu ഓഫ്, ഇൻ അഡീഷൻ ടു സമൻസ്. സമൻസ്, വാറണ്ട് എന്നതല്ലാതെ ഇനി എന്ത് ചെയ്യാം? എ കോർട്ട് മേ ഇൻ ദ കേസ് ഇൻ വിച്ച് ദ empowered by this court or issue a summons for the appearance of any person, issue after considering the reason in writing warrant of arrest, his arrest. എന്ത് ചെയ്യാം? എ കോർട്ട് മേ, ഒരു കോടതിക്ക് വേണമെങ്കിൽ, ഷാൽ എന്ന് പറഞ്ഞിട്ടില്ല, മേനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, ആട് കരയുന്ന പോലെ. In any case in which it is empowered by this court, ഈ കോടതി കൊടുക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇഷ്യൂസ് എ സമൻസ്. ആദ്യം എന്താ അയക്കണം? സമൻസ് അയക്കണം. ഇഷ്യൂസ് എ സമൻസ് for the appearance of any person,
ആര് വരുന്നതിനും സമൻസ് അയക്കണം. ഇഷ്യൂ ആഫ്റ്റർ റെക്കോർഡിംഗ് ദ റീസൺ ഇൻ റൈറ്റിംഗ് എ വാറണ്ട്. അങ്ങനെ സമൻസ് അയച്ച അയാൾ വന്നില്ലെങ്കിൽ അതിൻ്റെ റീസൺ റെക്കോർഡ് ചെയ്തിട്ട് എന്തായിരിക്കണം? വാറണ്ട് അയക്കണം ഫോർ ഹിസ് അറസ്റ്റ്. അങ്ങനെ അയക്കുന്ന വാറണ്ട് ഈഫ് എയ്തർ ബിഫോർ ദ ഇഷ്യൂസ് ഓഫ് സച്ച് സമൻസ് അയക്കുന്നതിന് മുമ്പേയും അയക്കാൻ വാറണ്ട്, or after issues of the same but before the time fixed for his appearance. After അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സമൻസ് അയച്ചതിന് ശേഷം വാറണ്ട് അയക്കാം. The court seems reason to believe that he is absconded or will not to obey summons. അയാൾ അബ്സ്കൗണ്ട് ചെയ്യും സമൻസ് കിട്ടിയാൽ. അല്ലെങ്കിൽ സമൻസ് അയച്ചാലും അയാൾ അനുസരിക്കത്തില്ല എന്ന് തോന്നിയാൽ the court can issue warrant instead of summons. സമൻസ് അയക്കേണ്ടതില്ല, എന്തയക്കാം? വാറണ്ട് അയക്കാം. B. If at such time he failed to appear, the summons is proved to have been duly served in time and admit on his appearance in accordance with no reasonable excuse is offered to such failure. സമൻസ് അയച്ചു, അയാൾക്ക് കിട്ടി, കൃത്യമായ കാര്യം ബോധിപ്പിക്കാതെ അയാൾ വരാതിരുന്നാലും എന്തായിരിക്കാം? വാറണ്ട് അയക്കും. അപ്പോൾ രണ്ട് തരം വാറണ്ട് അയക്കും. ബെയിലബിൾ വാറണ്ട് അയക്കും, നോൺ ബെയിലബിൾ വാറണ്ട് അയക്കും. അത് ഏത് തരം വാറണ്ട് അയക്കണമെന്ന് ആര് തീരുമാനിക്കും? മജിസ്ട്രേറ്റ് തീരുമാനിക്കും. പബ്ലിക് പ്രോസിക്യൂട്ടർ ബെയിലബിൾ വാറണ്ട് അയക്കരുതെന്ന് അല്ല, നോൺ ബെയിലബിൾ വാറണ്ട് അയക്കാൻ ബലം പിടിക്കുകയും ചെയ്യും. പബ്ലിക് പ്രോസിക്യൂട്ടർ ആണല്ലോ ഗവൺമെന്റിന്റെ ഏജന്റ് അവിടെ. യെസ്, മനസ്സിലായോ? ഓക്കെ, വായിച്ചേ. Power to take bond for appearance. When any person for whose appearance or arrest the officer presiding in any court is empowered to issue a summons or warrant is present in such court, such officer may require such a person to execute a bond with or without sureties for his appearance in such court or any other court to which the case may be transferred for trial. അവിടെ എന്തോ പറഞ്ഞേ? 88 പവർ ടു ടേക്ക് ബോണ്ട്. 88 എന്താ പറഞ്ഞേ? പവർ ടു ടേക്ക് ബോണ്ട്. ബോണ്ട് ഫോർ അപ്പിയറൻസ്. ബോണ്ട് ഫോർ അപ്പിയറൻസ്. ഞാൻ ഹാജരായി കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ബോണ്ട് വെക്കാൻ അവകാശമുണ്ട്. ആർക്ക്? പ്രതിക്ക്, വാദിക്ക്, വിറ്റ്നസിന്. Okay. When any person for whose appearance or arrest the officer presiding in any court is empowered to issue a summons or warrant is present in such court, such officer may require such person as execute a bond. Okay. സമൻസ് വിളിച്ച ഒരാളെ വരുത്തി അയാളോട് പറയാം ബോണ്ട് വെച്ചിട്ട് പോകാൻ പറയാം. വാറണ്ട് വെച്ചിട്ട് ഒരാളെ വരുത്തി ബോണ്ട് വെച്ചിട്ട് പോകാൻ പറയാം. ഓക്കെ. വിത്ത് ഓർ വിത്തൗട്ട് ഷുവർട്ടീസ്. ഒന്നുകിൽ സെൽഫ് ബോണ്ട് അല്ലെങ്കിൽ ഷുവർട്ടി ബോണ്ട്. ഫോർ ഹിസ് അപ്പിയറൻസ് വിച്ച് ദ കോർട്ട് ഓർ ദ അതർ കോർട്ട് ടു വിച്ച് ദ കേസ് മേ ബി ട്രാൻസ്ഫേർഡ് ഫോർ ട്രയൽ. ട്രയലിന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, ട്രയലിൻ്റെ സമയത്ത് അവർ വരുന്നതിന് വേണ്ടി സമൻസ് അയച്ചു വരുത്തിയാലും വാറണ്ട് അയച്ചു വരുത്തിയാലും സെൽഫ് ബോണ്ടോ അല്ലെങ്കിൽ ഷുവർട്ടി ബോണ്ടോ വെക്കുന്നതിന് വേണ്ടി കോടതിക്ക് ഉത്തരവിടാവുന്നതാണ്. മനസ്സിലായോ? യെസ്. അടുത്ത നോക്കിയേ. Arrest on breach of bond for appearance. When any person who is bound by any bond taken under this code to appear before the court does not appear, the officer presiding in such court may issue a warrant directing that such a person be arrested and produced before him. പ്രോസസ് ടു കമ്പൽ പ്രൊഡക്ഷൻ ഓഫ് തിങ്സ്. നമുക്ക് അടുത്ത ചാപ്റ്ററും പഠിക്കാണ്ട് കേട്ടോ. അടുത്തുണ്ട്. അടുത്ത ചാപ്റ്ററും ഉണ്ട്. അടുത്ത ചാപ്റ്ററും ഉണ്ട്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞ സാധനം അതില്ല. റെസിപ്രോക്കൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞൊരു അതില്ല. ശരി ശരി. നോക്കൂ,
89 അറസ്റ്റ് ഓൺ ബ്രീച്ച് ഓഫ് ബോണ്ട് ഓർ അപ്പിയറൻസ്. അപ്പോൾ 88 പ്രകാരം നമ്മൾ ബോണ്ട് വെച്ചിട്ടുണ്ടല്ലേ? അതെ. 88 പ്രകാരം ബോണ്ട് വെച്ച് നമ്മൾ ലംഘിച്ചാൽ, ബ്രീച്ച് ചെയ്താൽ 89 പ്രകാരം അറസ്റ്റ് ചെയ്യും. മനസ്സിലായോ? 88 പ്രകാരമാണ് നമ്മൾ ബോണ്ട് വെച്ചത്. അപ്പോൾ 89 പ്രകാരം വീണ്ടും അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ഓൺ ബ്രീച്ച് ഓഫ് എ ബോണ്ട് ഫോർ അപ്പിയറൻസ് when any person who is bound by any bond take under this code to appear before a court does not appear. അപ്പോൾ ഞാൻ കോടതിയിൽ അപ്പിയർ ചെയ്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് ബോണ്ട് വെച്ചിട്ടുണ്ട്, പക്ഷേ സമയത്തിന് പോകുന്നില്ല. The officer presiding in such court may issue a warrant directing such a person to be arrested and produced before him. അയാളെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം? വാറണ്ട് അയക്കാം. അപ്പോൾ അത് 89 വാറണ്ട്. 89 വാറണ്ട് വെച്ചാൽ പിന്നെ ബോണ്ട് വെക്കാൻ പറ്റുമോ, അകത്ത് കിടക്കണമെന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് 90 പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചേ. 90. Provisions of this chapter generally applicable to summonses and warrants of arrest. The provisions contained in this chapter relating to a summons and warrant and their issue, service and execution shall, so far as may be, apply to every summons and every warrant of arrest issued under this code. Provision for chapter generally appear and applicable to the summons and warrant of arrest. അപ്പോൾ ഇത് ഏതിനൊക്കെ ബാധകമാണ്? സമ്മൺസിനും ബാധകമാണ്, വാറണ്ടിനും ബാധകമാണ്. മനസ്സിലായോ? The provision contained in the chapter relating to a summons and a warrant, their issue, service of execution എന്തിനു ബാധകമാണ്? എക്സിക്യൂഷൻ ബാധകമാണ്. Shall for as may apply to every summons, every warrant of arrest under this code. ഈ സെക്ഷൻ 90 ഇതിനൊക്കെ ഉപയോഗിക്കാം. സമ്മൺസിന് ഉപയോഗിക്കാം, വാറണ്ടിന് ഉപയോഗിക്കാം, അറസ്റ്റിന് ഉപയോഗിക്കാം, എന്തും ഇവിടെ ഉപയോഗിക്കാന്നാ പറഞ്ഞു. മനസ്സിലായോ? The provision contained in this chapter, chapter ഏതാ? 6, chapter 6, relating to summons, warrant and issue or service of summons shall so far as may be applied to every summons, every warrant of arrest issue under this code. ഈ കോഡിന് താഴെ ഉപയോഗിക്കുന്ന എല്ലാ സമൺസിനും എല്ലാ വാറണ്ട് കേസിനും ഈ പ്രൊവിഷൻ മൊത്തം ഉപയോഗിക്കാം. സമൺസിന് സമൺസിന്റെ എല്ലാ പ്രൊവിഷനും ഉപയോഗിക്കാം, വാറണ്ടിന് വാറണ്ടിന്റെ എല്ലാ പ്രൊവിഷനും ഉപയോഗിക്കാം. ഓക്കെ? എങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ഓൺ ബ്രീച്ച് ഓഫ് എ ബോണ്ട് ഫോർ അപ്പിയറൻസ്, അല്ലേ? ബോണ്ട് ചാടി കഴിഞ്ഞു പോയാൽ പിന്നെ പ്രൊവിഷൻ എല്ലാം ഉപയോഗിക്കാമെന്ന്. മനസ്സിലായോ? ഓക്കെ, അടുത്ത വായിച്ചേ. Chapter 7. Process to compel the production of things. Yes. 91. Summons to produce document or other thing. Whenever any court or any officer in charge of a police station considers that the production of any document or thing is necessary or desirable for the purpose of any investigation, inquiry, trial or other proceeding under this code by or before such court or officer, such court may issue summons or such officer a written order to the person in whose possession or power such document or thing is believed to be, requiring him to attend and produce it or to produce it at the time and place stated in the summons or order. ഹലോ, എന്ത് മനസ്സിലായി? ഹലോ, അതായത് എന്തെങ്കിലും ഇത് ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സമൻസ് കൊടുക്കുന്നത്. യെസ്, സമൻസ് ടു പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമൻസ്. 91. സമൻസ് ടു പ്രൊഡ്യൂസ് ഡോക്യുമെന്റ് ഓർ തിങ്സ്. അപ്പോൾ നിങ്ങളൊരു സർക്കാർ ഓഫീസിൽ വർക്ക് ചെയ്യാണ്,
വില്ലേജിലാണെന്ന് കരുതുക. പറഞ്ഞ കേട്ടോ? Okay. അപ്പോൾ നിങ്ങൾക്കൊരു സമൻസ് വന്നേക്കുന്നു. ഇപ്പോൾ വില്ലേജ് പ്രത്യേകിച്ചും ഭൂമിയുടെയും മറ്റു കാര്യങ്ങളും ഒക്കെയാണല്ലോ ചെയ്യുന്നത്. അതെ. അപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ ഭൂമിയുടെ ഡോക്യുമെൻ്റ് കൊണ്ട് ഹാജരാക്കണം. ടു പ്രൊഡ്യൂസ് എ തിങ്, ഒരു സാധനം കൊണ്ട് ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ കൊണ്ട് ഹാജരാക്കാം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കാം. നിങ്ങൾ തെളിവ് കൂട്ടിക്കയറി തെളിവ് കൊടുക്കേണ്ടതില്ലെങ്കിൽ നിങ്ങൾ പോകേണ്ടതില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അത് വായിച്ച് കേൾപ്പിച്ചുതരാം. നോക്കൂ. വെനെവർ any court or any officer in charge of a police station considers that the production of any document or thing is necessary to desirable for the purpose of any investigation. എന്തുവാ പറഞ്ഞേക്കുന്നത് അവിടെ? whenever any court, ഒരു കോടതി, അല്ലെങ്കിൽ any officer in charge of a police station, ഒരു പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഇപ്പോൾ വിചാരിക്കുന്നു, considers that the production of any document or thing, ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു വസ്തുത ഈസ് നെസസറി, വളരെ അത്യാവശ്യമാണ്. എന്തിന്? ടു ഡിസറബിൾ ഫോർ ദ പർപ്പസ് ഓഫ് എനി ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ അത് ആവശ്യമാണ്. ആ നിങ്ങളുടെ ഓഫീസിലാണ് ഉള്ളത്. അല്ലെങ്കിൽ എൻക്വയറിക്ക് ആവശ്യമാണ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ സാധനം? ഇൻവെസ്റ്റിഗേഷൻ പോലീസ് നടത്തുന്നത്. അതെ, ഇൻവെസ്റ്റിഗേഷൻ ബൈ ദ പോലീസ്, എൻക്വയറി ബൈ മജിസ്ട്രേറ്റ്, ട്രയൽ അറിയാമല്ലോ, ട്രയൽ, ഓർ അതർ പ്രൊസീഡിങ്സ് എന്തോ ആകട്ടെ, അണ്ടർ ദിസ് കോഡ് ഓർ ബിഫോർ സച്ച് കോർട്ട് ഓർ ഓഫീസർ, സച്ച് കോർട്ട് മേ ഇഷ്യൂ സമൻസ്. എൻക്വയറിക്ക് ആവശ്യം, ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്, എൻക്വയറിക്ക് ആവശ്യമാണ്, ട്രയലിന് ആവശ്യമാണ്, നിങ്ങളുടെ ഓഫീസിലേക്ക് ഒരു ഡോക്യുമെൻ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു കോടതിക്ക് അല്ലെങ്കിൽ കോടതിയുടെ ഓഫീസർക്ക്, അങ്ങനെയെങ്കിലും ആ കോടതിക്ക് എന്ത് ചെയ്യാം? ഒരു സമൻസ് അയക്കാം. എങ്ങനെ അയക്കാം? ഓർ സച്ച് ഓഫീസർ ഇൻ റൈറ്റിംഗ് ഓർഡർ, ഒരു ഓർഡർ എഴുതിയ നമുക്ക് അയക്കാം. എങ്ങനെ? ടു ദ പേഴ്സൺ ഹൂസ് പൊസഷൻ ഓർ പവർ ടു ദ ഡോക്യുമെൻ്റ് ഓർ തിങ് ഈസ് ഡെലിവേർഡ് ടു ബി. ആ തിങ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ഡെലിവർ ചെയ്യാനുള്ള കഴിവുള്ള ഓഫീസർക്ക് ഒരു ഓർഡർ അയക്കാം. എങ്ങനെ അയക്കാം? റിക്വയർ ഹിം ടു അറ്റൻഡ് ആൻഡ് പ്രൊഡ്യൂസ്, കോടതിയിൽ ഹാജരായി അത് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയാം. ഓർ ടു പ്രൊഡ്യൂസ് ഇറ്റ്, അറ്റൻഡ് ചെയ്യണ്ട, പ്രൊഡ്യൂസ് ഇറ്റ് അറ്റ് ടൈം ആൻഡ് പ്ലേസ് സ്റ്റേറ്റഡ് ഇൻ ദ സമൻസ് ഓർ ഓർഡർ. ഓർഡറിലോ സമൻസിലോ പറയിക്കുന്നത് പോലെ പ്രൊഡ്യൂസ്, അറ്റൻഡ് ആൻഡ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. പ്രൊഡ്യൂസ് എന്ന് മാത്രമേ പറഞ്ഞോളെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്യണമെന്നില്ല. അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബോഡിലി പ്രസൻസ് വേണമെന്നാ. മനസ്സിലായോ? ശരി, രണ്ട് വായിച്ചേ. Any person required under this section merely to produce a document or other thing shall be deemed to have complied with the requisition if he causes such a document or thing to be produced instead of attending personally to produce the same. നോക്കൂ. Any person required under this section merely to produce the document or other thing shall be deemed to have complied with the requisition of he says us in cases of such document or thing to be produced instead of attending personally to the court. അയാളോട് പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ അയാൾ കോടതി വരണമെന്നില്ല, ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതി എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്, അറ്റൻഡ് ആൻഡ് പ്രൊഡ്യൂസ് എന്നാ പറയുക. പിന്നെ സീൻ മഹസറാണ്, പ്രൊഡ്യൂസ് എന്ന് മാത്രമേ പറയൂ. വില്ലേജ് ഓഫീസറൊക്കെ അതിനകത്ത് ഒപ്പിട്ട് കാണും. മനസ്സിലായോ? അങ്ങനെ സീൻ മഹസറൊക്കെ അങ്ങനെ ക്രോസ് ചെയ്ത് മറിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. നമ്മുടെ അക്യൂസ്ഡിന് അതിനകത്ത് നിന്ന് മറിക്കാൻ പറ്റുമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അയാൾ പ്രത്യേക സമൻസ് കൊടുത്ത് വിളിച്ചു വരുത്താം, അറ്റൻഡ് ചെയ്യാൻ പറയാം. എന്തിനാ? ഐ വാണ്ട് ടു ക്രോസ് ഹിം എന്ന് പറയാം. കേട്ടോ?
Okay. Okay. CRPC ഇവിടെ പറയുന്നത് പ്രൊഡ്യൂസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ അറ്റൻഡ് ചെയ്യണമെന്നില്ല, പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതിയെന്നാണ്. ഓക്കെ. Okay. യെസ്, അടുത്ത 3 വായിച്ചേ. Nothing in this section shall be deemed to affect sections 123 and 124 Indian Evidence Act 1872, 1 of 1872, or the Bangladesh Books Evidence Act 1891, or to apply to a letter, postcard, telegram, or other document, or any parcel or thing in the custody of the postal or telegraph authority. അവിടെ എന്തോ പറഞ്ഞേക്കുന്നേ? അത് മറ്റേ എവിഡൻസ് ആക്ടിലും ഇതിലും പറയുന്നത് നത്തിങ് ഇൻ ദിസ് സെക്ഷൻ ഡീംഡ്. ഈ സെക്ഷൻ എന്തില്ല? ടു അഫക്ട് ദ സെക്ഷൻ 123 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ലേ? 123 എന്ന് പറഞ്ഞാൽ എന്തുവാ ഇന്ത്യൻ എവിഡൻസ് ആക്ടില്? നോക്കിയിട്ടുണ്ടോ? ഇപ്പം വായിച്ചപ്പോ എന്തോ മനസ്സിലായി? നിയമം പഠിക്കാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് പഠിച്ചാൽ നിയമം മനസ്സിലാകത്തില്ല എന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് വക്കീലന്മാരെ ജഡ്ജിമാര് തന്ന ലേണഡ് അഡ്വക്കേറ്റ് ഓൺ അതർ സൈഡ് എന്ന് പറയുന്നത്. പഠിച്ച വക്കീലെന്നാ, പഠിച്ച കള്ളം എന്ന് പറഞ്ഞിട്ടില്ല. ആ ലേണഡ് അഡ്വക്കേറ്റ് എന്ന് എഴുതുന്നത് ജഡ്ജിമാർ എഴുതുന്നത് വെറുതെ അല്ല, പഠിച്ച വക്കീൽ എന്ന അർത്ഥത്തില. ഒരു MBBS കാരൻ കോടതി വന്ന് മൊഴി പറഞ്ഞിട്ട് പോയാൽ ലേണഡ് ഡോക്ടർ എന്ന് പറയത്തില്ല. മനസ്സിലായോ? ഒരു എഞ്ചിനീയർ വന്ന് അദ്ദേഹത്തിന്റെ പ്ലാനും പദ്ധതികളെ കുറിച്ച് അയാൾ മൊഴി തന്നിട്ട് പോയി, ദ ലേണഡ് എഞ്ചിനീയർ സൈറ്റഡ് ആസ് എ വിറ്റ്നസ് എന്ന് പറയത്തില്ല. ദ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫ് PWD ഇന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. അല്ലേ? ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നോക്കൂ, എവിഡൻസ് ആസ് ടു ദ അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് 123 അവിടെ എഴുതി വെച്ചേ. എവിഡൻസ് ആസ് ടു ദ അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. 124 ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. 124 എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആണെങ്കിൽ, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, ഇൻ ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 CRPC ഏത് വർഷം വന്നേ? 1860. CRPCയുടെ മുകളിലോട്ട് നോക്ക്, ഏത് വർഷം വന്നേന്ന്? അയ്യോ, ഞാൻ 1973. ബഷീറെ ഞാൻ 10 മണി കഴിഞ്ഞ് വിളിക്കാം, ക്ലാസ്സിലാ. ഞാൻ കുറെ ഇടക്കിടക്ക് IPC CRPC പുസ്തകം കൈവച്ചോണ്ട് എന്നാ വന്നെന്ന് ചോദിക്കുമ്പോ 1860 എന്ന് പറയുക. ശരി, അപ്പോ അവർ കൊണ്ടുവരുന്ന ഡോക്യുമെന്റ് എന്താണെങ്കിൽ, അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റിനെ കുറിച്ചാണെങ്കിൽ, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണെങ്കിൽ, നത്തിങ് ഇൻ ദ സെക്ഷൻ ഡീംഡ് ടു അഫക്ട് 123 അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആണെങ്കിൽ, ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ടിലെ പ്രകാരമാണെങ്കിൽ ഈ സെക്ഷൻ ബാധകമല്ല. മനസ്സിലായോ? ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ടും ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനും അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റും ആണെങ്കിൽ ഇവിടെ കൊണ്ട് ഫയൽ ചെയ്യേണ്ടതില്ല. അതാണ് റാഫേൽ കേസ് തള്ളിപ്പോയത്. മനസ്സിലായോ? റാഫേൽ കേസിന്റെ ഡോക്യുമെന്റ് എവിടെ ഹാജരാക്കണമെന്ന് പറഞ്ഞു, സുപ്രീം കോടതി ഹാജരാക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേന് നമ്മുടെ KK വേണുഗോപാൽ എടുത്ത ഡിഫൻസ് ആണ് അത് ഹാജരാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്താ? 123 124 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പറഞ്ഞിട്ടുണ്ട്, it is affect the affairs of the state and it is an official communication. ഇവിടെ ഹാജരാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിടികിട്ടിയ? ഹാജരാക്കത്തില്ല. അതുകൊണ്ടല്ലേ റാഫേൽ കേസ് തള്ളിപ്പോയി. റാഫേൽ കേസ് നമ്മുടെ രാഹുൽ പൊക്കിക്കൊണ്ടുവന്ന കേസ്.
ഓക്കെ ഓക്കെ മനസ്സിലായി. അതോടുകൂടി പണി പാളിയില്ലേ. അല്ല അപ്പൊ അതിനൊരു ആക്ഷൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തു ചെയ്യാന്? അത് ഇനി റാഫേലിന്റെ ഡീറ്റെയിൽസ്, ടെക്നിക്കൽ ഡീറ്റെയിൽസുകളൊക്കെ എത്ര ഉണ്ട്, അതൊക്കെ കോടതിയിൽ വിസ്തരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കിട്ടുകയും ഇന്ത്യയിലെ സെക്യൂരിറ്റിയെ ബാധിക്കുകയും ചെയ്യുമെന്ന് അല്ലേ പറഞ്ഞേ. ഇറ്റ് അഫക്ട് ദ സ്റ്റേറ്റ് അഫയേഴ്സ്. മാത്രമല്ല ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ആയുധ കച്ചവടവുമായി വിദേശത്തെ ഒരു രാജ്യവുമായി ഇന്ന് കരാർ, ഇറ്റ് ഈസ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതൊന്നും അങ്ങനെ പുറത്തു പറയാൻ പറ്റുന്ന സാധനമല്ലെന്ന്. തീർന്നില്ലേ? അടുത്തത്, ടു അപ്ലൈ to a letter, postcard, telegram and other communication may parcel of thing the custody of a postal authority of telegraph authority. പോസ്റ്റൽ അതോറിറ്റിയുടെ കസ്റ്റഡിയിലുള്ളതോ ടെലഗ്രാഫ് അതോറിറ്റിയുടെ കസ്റ്റഡിയിലുള്ളതോ ആയ ലെറ്റർ, പോസ്റ്റ് കാർഡ്, ടെലഗ്രാം ഇതൊന്നും എവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല. എവിടെ ആണെങ്കിൽ പോസ്റ്റൽ അതോറിറ്റിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതാണെങ്കിൽ കോടതി പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല. പക്ഷെ അത് ടെലഗ്രാമാ വന്നത്, എനിക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു, എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. മനസ്സിലായോ? യെസ്. അടുത്ത വായിച്ചേ. 92. Procedure as to letters and telegrams. If any document, parcel or thing in the custody of a post or telegraph authority is, in the opinion of the district magistrate, chief judicial magistrate, court of section or high court, wanted for the purpose of any investigation, inquiry, trial or other proceeding under this code, such magistrate or court may require the postal or telegraph authority, as the case may be, to deliver the document, parcel or thing to such person as the magistrate or court directs. Yes. എന്തുവാ അവിടെ പറഞ്ഞേ? അത് കസ്റ്റഡി 91-ൽ പറഞ്ഞത് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് അതോറിറ്റിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സാധനങ്ങൾ കോടതിയിൽ എന്ത് ചെയ്യേണ്ടതില്ല, പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല. അതിന്റെ തൊട്ടുമുകളിൽ എന്താ പറഞ്ഞേ? എവിഡൻസിലും ബാഗേജ് ആക്ട് വരുന്ന സാധനങ്ങളും വേണ്ട. അതിന് മുകളിൽ എന്താ പറഞ്ഞേ? 91-ല് അറ്റൻഡ് ചെയ്യുമ്പോ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അറ്റൻഡ് ചെയ്യേണ്ട, സാധനം അവിടെ എന്താ പോസ്റ്റ് കൊണ്ട് അയച്ചു കൊടുത്തിട്ട് അയാൾക്ക് പോവാം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോ 92-ൽ എന്തുവാ പറയുന്നേ? എനി ഡോക്യുമെന്റ്, ഒരു ഡോക്യുമെന്റ് ഉണ്ട്, പാഴ്സൽ ഉണ്ട്, അല്ലെങ്കിൽ തിങ് ഉണ്ട്, എന്തോ ഒരു സാധനം ഉണ്ട്, എന്തോന്ന് അറിയത്തില്ല, in the custody of a post and telegraph authority. ഇപ്പൊ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് അതോറിറ്റി എന്ന് പറഞ്ഞ അതോറിറ്റി ഇപ്പൊ ഉണ്ടോ? ഇല്ല. P&T ഇല്ല. P&T എടുത്ത് മാറ്റി. പോസ്റ്റൽ വേറെയും ടെലഗ്രാം വേറെയും. ഇപ്പൊ ടെലഗ്രാം ഇല്ലല്ലോ. 1973 ആ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് അതോറിറ്റി എന്ന് എഴുതിയേ. ഇപ്പൊ ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഒക്കെ വന്നപ്പോ ടെലഗ്രാം ഇല്ല. ടെലഗ്രാഫ് അതോറിറ്റി ഈസ് ദ ഒപ്പീനിയൻ ഓഫ് ദ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പറയുന്നു, അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പറയുന്നു. എന്ത് പറയുന്നു? ദ കോർട്ട് ഓഫ് സെഷൻ ഓർ ഹൈക്കോർട്ട് വാണ്ടഡ് ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഹൈക്കോടതി പറയുന്നു അത്, അല്ലെങ്കിൽ ആര് പറയുന്നു? സെഷൻ കോടതി പറയുന്നു, അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പറയുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ട് പറയുന്നു. ഇപ്പൊ ഏറ്റവും നല്ല സാഹചര്യമാണുള്ളത്. എന്തുവാ? പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് അതോറിറ്റിയിൽ ഈ സ്വർണം വന്നതുപോലെ ഒരു സാധനം വന്നു. ആരുടെ പേരിൽ? സ്വപ്ന സുരേഷിന്റെ പേരിൽ. കോടതി ഹാജരാക്കാൻ പറ്റുമോ? പറ്റണല്ലോ. നോർമൽ സെൻസിൽ പറ്റില്ല. ഏത് സെൻസിൽ? 91 സബ് ക്ലോസ് 2B 3യുടെ ബി പ്രകാരം പറ്റത്തില്ല അല്ലേ? പക്ഷേ 92 സബ് ക്ലോസ് 1 പ്രകാരം ആർക്ക് ആവശ്യപ്പെടാം? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ആവശ്യപ്പെടാം, കളക്ടർക്ക് ആവശ്യപ്പെടാം, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ആവശ്യപ്പെടാം, കോർട്ട് ഓഫ് സെഷൻ ആവശ്യപ്പെടാം, ഹൈക്കോടതിക്ക് ആവശ്യപ്പെടാം.
അതെന്തിനു വേണം? ഇൻവെസ്റ്റിഗേഷൻ വേണം, എൻക്വയറിക്ക് വേണം, ട്രയലിന് വേണം, അല്ലെങ്കിൽ മറ്റു പ്രൊസീഡിങ്സിന് വേണം. ഏത് പ്രകാരം? CRPC പ്രകാരം വേണമെന്ന് പറഞ്ഞാൽ സച്ച് മജിസ്ട്രേറ്റ് ഓർ കോർട്ട് മേ റിക്വയർ ദ പോസ്റ്റൽ ഓർ ടെലഗ്രാഫ് അതോറിറ്റി. പോസ്റ്റൽ അതോറിറ്റിക്കും ടെലഗ്രാഫ് അതോറിറ്റിക്കും എന്ത് ചെയ്യണം? അവരോട് അറിയിക്കണം, ആ സാധനം ഞങ്ങൾക്ക് വേണം. As the case may be, to deliver the document, parcel or thing such a person as the magistrate or court. കോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊക്കെ വരും? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് വരും, ഡിസ്ട്രിക്ട് കോടതി വരും, ഹൈക്കോടതി വരും. ഹൈക്കോടതിക്ക് സുമോട്ടോ പ്രകാരം ഈ ഇപ്പം നടക്കുന്ന കേസിൽ ഇടപെടാവുന്നതാ, അറിയാമല്ലോ. പിന്നെ നമ്മുടെ അണ്ണന്മാരെന്താ ഇടപെടാത്തെ? അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം ഞാൻ അവിടുത്തെ വക്കീൽ, നിങ്ങളുടെ സ്റ്റാഫുമായിരുന്നു. അതങ്ങനെ നമുക്ക് പഠിക്കാം. വിട്ടുകളാ പോട്ടെ, നോക്കിക്കോ. അത് നമുക്ക് ഇപ്പൊ പറയണ്ട, നമുക്ക് നേരിട്ട് കാണുമ്പോ പറയാം. നമ്മൾ ഇന്റർനെറ്റിലൂടെ പഠിക്കുന്നേ കേട്ടോ. ഈ 91B അപ്പൊ 91B പറ്റില്ല പിന്നെ അപ്പൊ പിന്നെ ആ 91B ആവശ്യമുണ്ടോ അവിടെ? അത് എന്ന് പറഞ്ഞാൽ ഇത്ര ഇങ്ങനെ ഇടപെടാതെ ആ കോടതിക്ക് നേരിട്ട് വിളിച്ചു വരുത്താൻ പറ്റത്തില്ലെന്നാ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ആരാണ്? നിങ്ങളൊരു മജിസ്ട്രേറ്റ് ആണ്. നിങ്ങൾ പോസ്റ്റൽ അതോറിറ്റിയോട് ഡയറക്റ്റ് ചെയ്തിട്ട് അതിന് കൊണ്ടുപോകാന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പറ്റും. അപ്പോൾ ഞാനിപ്പോ മജിസ്ട്രേറ്റ് ആണെങ്കിൽ, നിങ്ങൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണെങ്കിൽ, എനിക്ക് അവിടുന്ന് ഒരു സാധനം വേണം. അപ്പൊ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു ഇങ്ങനൊരു സാധനം വേണമെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആരെ സമീപിക്കണം? ഒന്നുകിൽ നേരിട്ട് ഡിസ്ട്രിക്ട് കളക്ടറെ സമീപിക്കണം, അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ സമീപിക്കണം, അല്ലെങ്കിൽ സെഷൻസ് കോടതിയെ സമീപിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ആര് വഴി? അഡ്വക്കേറ്റ് ജനറൽ വഴി ഹൈക്കോടതി സമീപിക്കണം. മനസ്സിലായോ? അപ്പം മജിസ്ട്രേറ്റിന് അതിനുള്ള അധികാരം ഇല്ലെന്നേ ഇവിടെ പറഞ്ഞുള്ളൂ. ഓക്കെ. If any such document or parcel or thing in the opinion of any other magistrate, whether executive or judicial, or of any commissioner or commissioner of police or district superintendent of police, wanted for any such purpose, he may require the postal or telegraph authority, as the case may be, to cause search to be made for and to detain such a document, parcel or thing, pending the order of a district magistrate, chief judicial magistrate or court under section 1. നോക്കൂ, അപ്പോൾ 90 സബ് ക്ലോസ് 1ൽ പറഞ്ഞത് മജിസ്ട്രേറ്റിനുള്ള അധികാരമില്ല എന്ന് മാത്രമാണ്. എവിടെ? 91 സബ് ക്ലോസ് 3ബിയിൽ പറഞ്ഞത് ആർക്ക് അധികാരമില്ലെന്നാ? മജിസ്ട്രേറ്റിന് അധികാരമില്ലെന്നാ. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പക്ഷെ 92 സബ് ക്ലോസ് 1ൽ പറഞ്ഞത് അധികാരമുണ്ട്. ആർക്കുണ്ട്? കളക്ടർക്ക്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്, കോർട്ട് ഓഫ് സെഷന്, ഹൈക്കോടതി ജഡ്ജിക്ക് അധികാരമുണ്ട്. എന്തിനൊക്കെ? അത് എൻക്വയറിക്ക് ആവശ്യമുണ്ടെങ്കിൽ, ട്രയലിന് ആവശ്യമുണ്ടെങ്കിൽ, മറ്റതർ പർപ്പസിന് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു വരുത്താം. അങ്ങനെയുള്ള ഡോക്യുമെന്റ്, ഈ സച്ച് ഡോക്യുമെന്റ്, അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ആരുടെ കയ്യിലുണ്ട്? പാർസൽ അതോറിറ്റിയുടെ കയ്യിലുണ്ട്, ടെലഗ്രാഫ് അതോറിറ്റിയുടെ കയ്യിലുണ്ടെങ്കിൽ, പാർസൽ ഓർ തിങ് ഈസ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് എനി അതർ മാജിസ്ട്രേറ്റ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലാതെ മറ്റേതെങ്കിലും മജിസ്ട്രേറ്റിന് അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ, വെദർ എക്സിക്യൂട്ടീവ് ഓർ ജുഡീഷ്യൽ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ ഒരു പാർസൽ പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ, ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ, ഓർ എനി കമ്മീഷൻ ഓഫ് പോലീസ്, ഒരു പോലീസ് കമ്മീഷണർക്ക് അങ്ങനെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ, ഓർ ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഓഫ് പോലീസ്, ഹലോ, ഞാനേ, നിങ്ങൾ ഉറങ്ങരുത്. ഞാൻ ഒരു 10 മണി കഴിഞ്ഞ് വിളിക്കാം. ഞാൻ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാം. ശരിയാ. എന്തുവാ നമ്മൾ പറഞ്ഞേ?
If any such document, അങ്ങനെ പിടിച്ചെടുക്കണമെന്ന് 92(1) പറഞ്ഞൊരു ഡോക്യുമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാഴ്സൽ ഉണ്ട്, ഒരു തിങ് ഉണ്ട്, ഒരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന്റെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെയോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെയോ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് പോലീസിന്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ അടിസ്ഥാനത്തിൽ വാണ്ടഡ് ടു ബി ഫോർ ദ പർപ്പസ്, അയാൾക്ക് ആവശ്യമുണ്ട്. എന്തിനാവശ്യമുണ്ട്? ഹി മേ റിക്വയർ ദ പോസ്റ്റൽ അതോറിറ്റി ഓർ ടെലഗ്രാഫ് അതോറിറ്റി. അവർക്ക് എന്തിനെ സമീപിക്കാം? പോസ്റ്റൽ അതോറിറ്റിയിലോ ടെലഗ്രാഫ് അതോറിറ്റിയിലോ സമീപിക്കാം. എങ്ങനെ? ആസ് ദ കേസ് മേ ബി, to search or to be made for and detain such a document. അത് സെർച്ച് ചെയ്യാം, അത് ഡീറ്റെയിൻ ചെയ്യാം. എന്തിനൊക്കെ? പാഴ്സലിനെ, തിങ്ങിനെയൊക്കെ ഡീറ്റ് ചെയ്യാം. പെൻഡിങ് ഓർഡർ ഓഫ് ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ്. ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റിന്റെ ഓർഡർ വന്നിട്ടില്ല, പക്ഷെ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റിന്റെ ഓർഡറിന് വെയിറ്റ് ചെയ്താൽ അത് അവരിന്ന് കടത്തും എന്ന് തോന്നിയാൽ ആർക്കൊക്കെ ചെയ്യാം? എനി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. അപ്പൊ RDO വന്നു. മനസ്സിലായോ? നമ്മുടെ കളക്ടറിന്റെ ഉത്തരവിന് പോയാൽ സാധനം അവിടെ നിന്ന് കടത്തുമെന്ന് തോന്നിയാൽ RDOയ്ക്കോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് പോലീസിനോ ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഓഫ് പോലീസിനോ എന്ത് ചെയ്യാം? അവിടെ പ്രവേശിച്ച് അത് ഡീറ്റെയിൻ ചെയ്ത് വെക്കാം, പിടിച്ചു വെക്കാം. മനസ്സിലായോ? അത് പിടിച്ചു വെക്കാന്നേ പറയുള്ളൂ, അവിടുന്ന് റിലീസ് ചെയ്യാന്ന് പറയുന്നില്ല. Pending the order of district magistrate, chief judicial magistrate, court of session, court of under subsection 1. subsection എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? കോർട്ട് ഓഫ് സെഷൻ, ഹൈക്കോടതി. എവിടെ ഉത്തരവ് വരുന്നതിന് മുമ്പേ എവർക്കൊക്കെ അവിടെ കയറി സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം? പിടിച്ചു വെക്കാം. പിടികിട്ടിയോ? ഈ ഹയർ ഒഫീഷ്യൽസിന്റെ ഓർഡറൊക്കെ വരണമെങ്കിൽ, അവിടെ കളക്ടറുടെ ഓർഡറൊക്കെ വരണമെങ്കിൽ ആരെങ്കിലും കൊണ്ടുകൊടുത്താൽ ഉടനെ ഓർഡറൊന്നും കൊടുത്തൊന്നുമില്ല. പുള്ളി അതിന്റെ കോസ് ആൻഡ് എഫക്ട് ഒക്കെ പഠിച്ചിട്ടേ ഓർഡർ ഇടും. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും അങ്ങോട്ട് എഴുതി കൊടുത്താൽ ഉടനെ അടിയിൽ ഒപ്പിട്ട് തരുന്ന പണിയൊന്നും അല്ലല്ലോ. ഹൈക്കോടതിയിൽ അത് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പബ്ലിക് PC ഒക്കെ ഇട്ട് എതിർവാദമൊക്കെ കേൾക്കണ്ടേ? അല്ലേ? അപ്പൊ അതിനു മുമ്പ് ഇവർക്ക് എക്സിക്യൂട്ടീവ് പവർ വേറെ കൊടുത്തിട്ടുണ്ട്. ജുഡീഷ്യൽ പവർ അവിടെ നിലനിൽക്കെ എക്സിക്യൂട്ടീവ് പവർ വേറെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി 93 വായിച്ചേ. സെർച്ച് വാറന്റ്. When search warrant may be issued, 1A, where a court has reason to believe that a person to whom a summons or order under section 91 or a requisition under subsection 1 of section 92 has been or might be addressed will not or would not produce the document or thing as required by such summons or requisition. Or B, where such a document or thing is not known to the court to be in the possession of any person. മതി നോക്കൂ. ബി, അത് നമ്മൾ എന്താ പറഞ്ഞേ? പ്രോസസ് ടു കമ്പൽ ദ പ്രൊഡക്ഷൻ ഓഫ് തിങ്. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കമ്പൽ ചെയ്യുന്നതിന് എന്തെല്ലാം മെഷേഴ്സ് ഉപയോഗിക്കാതെ അവിടെ പറഞ്ഞേക്കുന്നത്? ഒന്ന്, സമൺസ് ടു പ്രൊഡ്യൂസ്. സമൺസ് അയക്കുന്നതാണ് നമ്മൾ ഊന്നി പറഞ്ഞത്. എവിടെയാ? 91, 92 അല്ലേ? 93 നമ്മൾ പറയുന്നത് എന്തുവാ? സെർച്ച് വാറന്റ് അല്ലേ? അപ്പൊ 92, 93, 94 ആണ് സെർച്ച് വാറന്റ് പറയുന്നത്. 94, 95, 96 അല്ലേ? 97, 98 വരെ സെർച്ച് വാറന്റിനെ കുറിച്ചാണ് പറയുന്നത്. 99 പറയുന്നത് ജനറൽ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു സെർച്ച്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതി പിടിപ്പിക്കാൻ പറ്റും. ഓക്കെ, വെൻ സെർച്ച് വാറണ്ട് മേ ഇഷ്യൂഡ്. എപ്പോ സെർച്ച് വാറണ്ട് ഇഷ്യൂ? ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ സെർച്ച് വാറണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കുന്ന ഈ സാധനമൊക്കെയാ. ഏതാ? സിനിമയൊക്കെ കാണിക്കത്തില്ലേ? സിനിമയിലൊക്കെ ഇത് ഇങ്ങനെ എടുത്ത് കാണിക്കും. നമ്മുടെ സാധാരണപ്പെട്ട പ്രേക്ഷകർ കൈയടി. അവരൊക്കെ CRPC പഠിച്ചോണ്ടെന്ന് പറയല്ലോ സിനിമ കാണാൻ പോകുന്നത്. 93 1A, where any court has reason to believe that a person to be whom he summons. Where a court has reason to believe that
ഒരു കോടതിക്ക് വിശ്വസിക്കാവുന്ന ഒരു റീസൺ ഉണ്ടെങ്കിൽ എ പേഴ്സൺ ടു ബി സമൺസ്, ഒരു പേഴ്സണ് സമൺസ് അയക്കണം. ഓക്കെ, Okay. ഓർ അണ്ടർ സെക്ഷൻ 91 ഏത് പ്രകാരം? Under section 91. 91 സമൻസ് ടു പ്രൊഡ്യൂസ് ഡോക്യുമെന്റ് ഓർ തിങ്സ് പ്രകാരം ഒരു ഓർഡർ അയക്കണമെന്ന് തോന്നിയാൽ, ഓർ റിക്വസിഷൻ അണ്ടർ സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 92 1 ഓഫ് സെക്ഷൻ 92 പ്രകാരം ഏതെങ്കിലും സാധനം പിടിച്ചു വരുത്തണമെന്ന് തോന്നിയാൽ, അല്ലേ? 1 ഓഫ് സെക്ഷൻ 92 പ്രകാരം എന്തോ പോസ്റ്റൽ അതോറിറ്റിയിൽ സാധനങ്ങൾ ചെയ്യാമെന്ന് ആർക്കൊക്കെ അവകാശമുണ്ട്? ഡിസ്ട്രിക്ട് കളക്ടർ, Chief Judicial, Court of Session, High High Court. അപ്പൊ അതിനാ പറയുന്നത് സെർച്ച് വാറണ്ട് മേ ഇഷ്യൂഡ്. അപ്പൊ ഞാനിങ്ങനെ വായിച്ചു പോയാൽ നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഇങ്ങനെ പറയുന്നത് കേട്ടോ. Okay. ഹാസ് ബീൻ ഓർ മൈറ്റ് ബി അഡ്രസ്ഡ് will not to produce the document or thing to required by such summons or requisition. ഈ സാധനം മറ്റാർക്കും കൈമാറരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം എന്ത് കൊടുക്കും? ഒരു ഇൻഫർമേഷൻ കൊടുക്കും. ഓക്കെ. ബി, where such document or thing is not known to the court to be in the possession of any person. ഇത് ആരുടെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ അതൊരു ജനറൽ ഓർഡർ വഴി ചെയ്യും. വേർ ദ കോർട്ട് കൺസിഡർ ദാറ്റ് ദ പർപ്പസ് ഓഫ് എനി എൻക്വയറിക്ക് ആ ഡോക്യുമെന്റ് വേണം, അല്ലെങ്കിൽ ട്രയലിന് ആ ഡോക്യുമെന്റ് വേണം, ഓർ അതർ പ്രൊസീഡിങ്സ് മറ്റെന്തെങ്കിലും പ്രൊസീഡിങ് ആ ഡോക്യുമെന്റ് വേണമെങ്കിൽ അണ്ടർ ദിസ് കോഡ് വിൽ ബി സെർവ്ഡ് ബൈ എനി ജനറൽ ഓർ സെർച്ച് ഓർ ഇൻസ്പെക്ഷൻ. അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ എവിടുന്നാണെങ്കിലും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ് ജനറൽ സെർച്ച്, അതാണ് ജനറൽ ഇൻസ്പെക്ഷൻ. അപ്പോഴാണ് വഴിയൊക്കെ തടഞ്ഞു നിർത്തി സകല വണ്ടികളും പരിശോധിക്കുന്നത്. മനസ്സിലായോ? അതിനെ റെഡ് അലേർട്ട് എന്നും പറയും. റെഡ് അലേർട്ട്. It may issue a search warrant and the person to whom the warrant is directed may be searched or inspected in accordance within the provisions therein under contained. അങ്ങനെ ഒരു പർട്ടിക്കുലർ വ്യക്തി അയച്ചതാണ്, ഒരു പർട്ടിക്കുലർ ഓഫീസിലാണ് ഉള്ളത്, ഒരു പർട്ടിക്കുലർ വ്യക്തിയാണ് അത് എടുക്കുന്നത് എന്ന് കണ്ടാൽ എന്ത് ചെയ്യാം? ആ പർട്ടിക്കുലർ വ്യക്തിയിലേക്ക് സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യാം. എങ്ങനെ ഇഷ്യൂ ചെയ്യാം? 2 പ്രകാരം ഇഷ്യൂ ചെയ്യാം. എവിടെ? 93(2) പ്രകാരം, അല്ലേ? The court may, if think fit, കോടതിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് think fit ചിന്തിക്കുന്നതിനനുസരിച്ച് സ്പെസിഫൈ ഇൻ വാറണ്ട് ഇൻ പർട്ടിക്കുലർ പ്ലേസ്. നോക്കൂ, ഇപ്പൊ DTDC ആണ് ഡെലിവറി ചെയ്യുന്നത് കരുതുക. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോ ഈ സ്വർണം കടത്തിയത് നമ്മുടെ വിമാനത്താവളം വഴിയാ, അല്ലേ? DHL പോലെ ഇന്റർനാഷണൽ കൊറിയർ സർവീസുകളില്ലേ, അവർക്ക് നമ്മുടെ സ്ഥലങ്ങളിൽ ഇറങ്ങുന്ന പ്രത്യേക ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അല്ലേ? ഇത്തരം ഫ്ലൈറ്റുകളിലൂടെ നടത്തിയാലും ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഇടപെടത്തില്ലേ? അതൊരു സേഫ് ചാനൽ അല്ലേ? അപ്പം അങ്ങനെയും ഇങ്ങനെയൊക്കെ കടത്താം. അതിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നേ. നോക്കൂ, the court may, if think fit, specify in the warrant a particular place or part thereof to which only search or inspection shall be extended. ഇപ്പൊ ഈ കേസ് വരുന്നത് എറണാകുളത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും ആ കേസ് വന്നേ, അല്ലേ? അപ്പോ അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാം, സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യാം. ഷാൽ എക്സ്റ്റെൻഡ്, ഇൻസ്പെക്ഷൻ ഷാൽ എക്സ്റ്റെൻഡ്. That person charged with the execution of a warrant shall be searched in respect of only one place or part of specified place. ഞാൻ ന്യൂസ് കണ്ടപ്പോൾ ഒരു വണ്ടി കയറി ഈ കോൺസുലേറ്ററിന്റെ ഒരു ഭാഗത്തേക്ക് വണ്ടി കയറി പോകുന്ന കാണിക്കുന്നില്ലേ കോൺസുലേറ്ററിൽ? ന്യൂസിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേക പ്രദേശത്തോടു കൂടി വണ്ടി കയറി പോകുന്നത്.
ഈ വണ്ടി അവരുടെ ഈ നയതന്ത്ര പ്രാധാന്യമുള്ളതായതുകൊണ്ട് പ്രധാന കവാടത്തിലൂടെ കടത്തിവിടത്തില്ലല്ലോ. അപ്പോൾ കോൺസുലേറ്ററിന്റെ UAE കോൺസുലേറ്ററിന്റെ എവിടെ എന്ത് ചെയ്യാം, മൊത്തം പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം പരിശോധിക്കുകയോ ചെയ്യാം. ഓക്കെ. അടുത്ത 3, നത്തിങ് കണ്ടെയ്ൻ ഇൻ സെക്ഷൻ ഷാൽ ഓതറൈസ് എനി മജിസ്ട്രേറ്റ് അതർ ദാൻ എ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് or chief judicial magistrate to grant a warrant of search of a document, parcel or thing in the custody of a postal authority or telegraph authority. Nothing contained in this section shall authorize any magistrate other than a district magistrate as of judicial magistrate. അവിടെ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ശരി തന്നെ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഗ്രാൻഡ് വാറണ്ട് ടു സെർച്ച് വാറണ്ട് കൊടുക്കാൻ ഇവർക്കേ പറ്റൂ. പോലീസുകാർ തൊപ്പിയും വടിയും ലാത്തിയും സംഭവമൊക്കെ കുത്തിക്കൊണ്ട് അവിടെ പോയി നിൽക്കത്തേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒപ്പ് മേടിച്ചോണ്ടേ അവർക്ക് പോകാൻ പറ്റൂ. ഡീറ്റെയിൽ ചെയ്യാൻ അപ്പോ സാധാരണ ഏതൊരു സെർച്ച് ആയാലും ഇതുപോലെ വാറണ്ട് മജിസ്ട്രേറ്റിന്റെ ആരെയും വാറണ്ടും കൊണ്ടേ പോകുന്നത്, അല്ലാതെ പോലീസിന് ഒരു കാര്യം സെർച്ച് അങ്ങനെ ബഹുഭൂരിപക്ഷവും ഡിസ്ട്രിക്ട് കളക്ടർ തിരക്കാണെങ്കിൽ നേരെ ഇവർ ഈ വാറണ്ട് പഠിച്ചുകൊണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വീട്ടിലോട്ട് അങ്ങ് പോകും. വീട്ടിലോട്ട് പോകുമ്പോ പറ്റുമെങ്കിൽ ആരെയും കൂടെ വിളിച്ചോണ്ട് പോകും, APP കൂടെ കൊണ്ടുപോകും. അയാള് ഗവൺമെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ആളല്ലേ. അപ്പൊ APP ചെന്നിരിക്കുമ്പോഴത്തേന് എന്തായാലും APP കേൾക്കാതിരിക്കത്തില്ല. ആരാ? ജുഡീഷ്യൽ ഓഫീസർ. അപ്പൊ APP അതിന്റെ സീരിയസ് ആയ കാര്യം അവതരിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോഴേ തന്നെ വാറണ്ട് ഗ്രാന്റ് ചെയ്ത് കൊടുക്കും. വാറണ്ട് ടു സെർച്ച് ഫോർ ദ ഡോക്യുമെന്റ് ആൻഡ് പാർസൽ ഓർ അതർ തിങ് ദ കസ്റ്റഡി ഓഫ് എ പോസ്റ്റൽ ഓർ ടെലഗ്രാഫ് അതോറിറ്റി. പോസ്റ്റൽ അതോറിറ്റിയിൽ നിന്നും ടെലഗ്രാഫ് അതോറിറ്റിയിൽ നിന്നും സെർച്ച് ചെയ്ത് ഈ സാധനം പിടിക്കുന്നതിന് വേണ്ടി ആർക്ക് അതോറിറ്റി ഉള്ളൂ? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും മാത്രമേ പറ്റൂ. എവിടെ പറയുന്നു? 93 സബ് ക്ലോസ് 3. അല്ല, ഞാൻ ചെയ്തതല്ല. ഈ മജിസ്ട്രേറ്റിന്റെ ഇതില്ലെങ്കിൽ പോലീസിന് എന്തെങ്കിലും ഇതിൽ സെർച്ച് നടത്താൻ പറ്റുമോ? അത് നമ്മൾ പറഞ്ഞത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാം? ഡീറ്റെയിൻ ചെയ്ത് വെക്കാന്നേ പറയുന്നുള്ളൂ. അല്ല, ഓക്കെ. അപ്പൊ അതല്ല, അത് ഒരു കേസിനും പറ്റത്തില്ല. ഇല്ല, ഡീറ്റെയിൻ ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. 92(2) പ്രകാരം ഡീറ്റെയിൻ ചെയ്ത് വെക്കാം. ഡീറ്റെയിൻ ചെയ്ത് വെക്കാനേ പറ്റൂ. പിടിച്ചെടുത്ത് വെക്കാൻ പറ്റത്തില്ല. അതവിടെ അത് ഡെലിവറി ചെയ്യരുതെന്ന് ഓർഡർ ചെയ്യും. മനസ്സിലായോ? ഡെലിവറി എന്ന് ഓർഡർ അവർ സീൽ ചെയ്ത് കളയും. ഓക്കെ. അപ്പൊ ഇങ്ങനെ സംശയാസ്പദമായ സാധനം വന്നിട്ടുണ്ട്, ഷുഡ് നോട്ട് ഡെലിവേർഡ് എന്ന് പറയും. അത് ഈ സ്വപ്നയുടെ കേസ് തന്നെ പലതവണ ഡെലിവറി അല്ലേ സ്റ്റേ ചെയ്ത് വെച്ച് കളഞ്ഞേ. ആദ്യം ഡെലിവറി സ്റ്റേ ചെയ്യല്ലേ ചെയ്തേ. ആ കേസ് ശ്രദ്ധിച്ചില്ലേ? 30 കിലോയിൽ കൂടുതൽ ഉണ്ടായത് കൊണ്ട് അതിന്റെ ഡെലിവറി അങ്ങ് സ്റ്റേ ചെയ്തു. അതിനുശേഷം ആ സ്കാൻ പോലും ചെയ്യാൻ പറ്റാത്ത ബാഗാ അത്. അതിന് ശേഷമാണ് സ്കാൻ ചെയ്യുന്നത്. ഓക്കെ. 94 വായിച്ചേ. 94. Search of place suspected to contain stolen property, forged documents, etc. If a district magistrate, sub-divisional magistrate, or magistrate of first class, upon information and after such inquiry as he thinks necessary, has reason to believe that any place is used for the deposit or sale of stolen property, or for the deposit, sale, or production of any objectionable article to which this section applies, or that any such objectionable article is deposited in any place, he may warrant authorities, any police officer above rank of a constable, to enter with such search of place suspected to contain stolen property, forged document, etc. സ്റ്റോളൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് സെക്ഷൻ എത്രയാ സ്റ്റോളൻ പ്രോപ്പർട്ടി IPC-യിൽ? സ്റ്റോളൻ 392. ഓ എൻ്റെ അമ്മേ, 410 ആണെന്ന് തോന്നുന്നു. നോക്ക്, മറിച്ച് നോക്ക്. സ്റ്റോളൻ പ്രോപ്പർട്ടി
സ്റ്റോളൻ പ്രോപ്പർട്ടി IPC 410 കണ്ടോ? IPC കയ്യിൽ പോണ്ടോ? ഉണ്ട്, പക്ഷെ റൂമിലായിപ്പോ ഞാൻ. 410 ആണ്, 410 ആണ് IPC. അവിടെ സ്റ്റോളൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് സ്റ്റോളൻ പ്രോപ്പർട്ടി? ഇത് നമ്മൾ കാണാതെ പഠിക്കണ്ട, എങ്കിലും അതിനെ കുറിച്ചൊരു ധാരണ നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ, പരീക്ഷ എഴുതാൻ പോകുമ്പോഴേ. ഇത് കാണാതെ പഠിക്കാനെല്ലാം പറ്റുന്ന കാര്യമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, സത്യം പറയാലോ. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി കുത്തിയിരുന്ന് ഒത്തിരി കാണാൻ പഠിച്ചിട്ടുണ്ട്. സ്റ്റോളൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? പ്രോപ്പർട്ടി ഓഫ് ദ പൊസഷൻ ഹൂസ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ബൈ തെഫ്റ്റ്. തെഫ്റ്റ് എന്നൊരു പ്രോപ്പർട്ടി ഒരാളുടെ കൈവശം ഇരിക്കുവാണെങ്കിൽ സ്റ്റോളൻ പ്രോപ്പർട്ടിയാണ്. എക്സ്റ്റോർഷൻ പ്രകാരം ഒരെണ്ണം ഇരിക്കുവാണെങ്കിൽ സ്റ്റോളൻ പ്രോപ്പർട്ടിയാണ്. എക്സ്റ്റോർഷൻ എന്താണെന്ന് IPC പഠിപ്പിക്കും. റോബറി പ്രകാരം ഒരു പ്രോപ്പർട്ടി ഇരിക്കുകയാണെങ്കിൽ അത് സ്റ്റോളൻ പ്രോപ്പർട്ടിയാണ്. ആൻഡ് ദ പ്രോപ്പർട്ടി ഹാസ് ബീൻ ക്രിമിനലി മിസ്അപ്രോപ്രിയേറ്റഡ്. അപ്പോൾ സ്വപ്ന കൊണ്ടുപോയ പ്രോപ്പർട്ടിയും ക്രിമിനലി മിസ്അപ്രോപ്രിയേറ്റഡ് അല്ലേ? ഈസ് ഓൾസോ സ്റ്റോളൻ പ്രോപ്പർട്ടി. ഓർ respect of which criminal breach of trust has been committed. It is designed that stolen property. മനസ്സിലായോ? അപ്പൊ സ്റ്റോളൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മോഷണത്തിൽ ഉൾപ്പെട്ട പ്രോപ്പർട്ടി മാത്രമല്ല. പിടികിട്ടിയാ? ഞാൻ അത് പറയുന്നതിന് വേണ്ടിയാ 410 എടുത്ത് വായിച്ചേ. നോക്കൂ, search of a place suspected to contain stolen property, forged document. നോക്കൂ, നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഒരാളിങ്ങനെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഒരു അതോറിറ്റി ഇല്ലാതെ. ഫോർജ് ഡോക്യുമെന്റ് അല്ലേ ഇത്? അല്ലേ? അവിടെ അവന് കാശ് കൊടുത്ത MG യൂണിവേഴ്സിറ്റിയിലെ ഹോളോഗ്രാം മുദ്രയുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും. എങ്ങനെയുണ്ട്? അയ്യോ, ഇത് സ്വപ്ന അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു സാധനം ഹാജരാക്കിയിട്ടില്ലേ? സ്വപ്നക്ക് PG ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട് കേരളത്തിൽ. അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നേ, മനസ്സിലായോ? അവര് അവിടുന്ന് പുറത്താക്കിയെന്ന് പറയുന്നത്, പക്ഷെ അവിടുന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. പ്രീ ഡിഗ്രി ജയിച്ചിട്ടില്ല എന്ന് പറയുന്നു, പക്ഷെ PGയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? If a magistrate or subdivisional magistrate or magistrate of the first class, upon the information after such enquiry as may be think necessary, has reason to believe that any place is used for the deposit of sale of a stolen property or for deposit, sale or production of the objectionable article to which this section applies, that may for the objectionable article is deposited in the place, he may by warrant authorize to police officer above the rank of a constable. കോൺസ്റ്റബിളിന് മുകളിൽ റാങ്കുള്ള ആരെയും ഓതറൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യാം. ആർക്കൊക്കെ ചെയ്യാം? If a district magistrate, collector, subdivisional magistrate, RDO, magistrate of the first class, അറിയാമല്ലോ. Upon information and after such enquiry as may be think necessary, എൻക്വയറി വേണമെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ എൻക്വയറിക്ക് ശേഷം. ഇത് പോലീസുകാരനും APPയും കൂടെ ചെന്ന് പറഞ്ഞാൽ അവർ വേറെ എൻക്വയറി ഒന്നും നടത്തുകയല്ല കേട്ടോ. He has reason to believe that. അങ്ങനെ എൻക്വയറി നടത്തിയപ്പോൾ ആർക്കൊക്കെ വിശ്വാസം വന്നു? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനും, മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ്സിനും വിശ്വാസം വന്നു. എന്ത് വന്നു? എനി പ്ലേസ് ഈസ് യൂസ് ഫോർ ഡെപ്പോസിറ്റ് ഓർ സെയിൽ ഓഫ് സ്റ്റോളൻ പ്രോപ്പർട്ടി. ഒരു സ്ഥലത്ത് ഒരു സാധനം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലം ഒരു സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ സെയിലിന് വേണ്ടി ഉപയോഗിക്കുന്നു. മനസ്സിലായോ? സ്റ്റോളൻ പ്രോപ്പർട്ടി ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, സ്റ്റോളൻ പ്രോപ്പർട്ടി വിൽക്കാൻ ഉപയോഗിക്കുന്നു. അടുത്തത് ഓർ ഫോർ ഡെപ്പോസിറ്റ്, സെയിൽ ഓർ പ്രൊഡക്ഷൻ ഓഫ് എനി ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ട ഒരു വസ്തു.
ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനോ സെയിൽ ചെയ്യുന്നതിനോ ഒരു പ്രദേശം ഉപയോഗിക്കുന്നു. ടു വിച്ച് ദിസ് സെക്ഷൻ അപ്ലൈസ് or that any such objectionable article is deposited in any place, he may by warrant authorize to a police officer above the rank of a constable. കോൺസ്റ്റബിൾ മുകളിലുള്ള ഒരാളെ ഓതറൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ഒരു വാറണ്ട്, എന്ത് വാറണ്ട്? സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യാം. മനസ്സിലായോ? എ ടു എൻ്റർ, എന്നിട്ട് അവിടെ എന്ത് ചെയ്യാം? അയാൾക്ക് പ്രവേശിക്കാം. എൻ്റർ വിത്ത് സച്ച് അസിസ്റ്റന്റ് ആസ് മേ ബി റിക്വയർ സച്ച് പ്ലേസ്, അദ്ദേഹത്തിന് ആവശ്യമുള്ള അസിസ്റ്റൻസോട് കൂടി ആ പ്രദേശത്ത് എൻ്റർ ചെയ്യാം. ബി ടു സെർച്ച് ദ സെയിം ഇൻ ദ മാനർ സ്പെസിഫൈഡ് ഇൻ ദ വാറണ്ട്, വാറണ്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സെർച്ച് ചെയ്യാം. പിന്നെന്ത് ചെയ്യാം? ടു ടേക്ക് പൊസഷൻ, ആ പൊസഷൻ പിടിച്ചെടുക്കാം. ഓഫ് എനി പ്രോപ്പർട്ടി ഓർ ഒബ്ജക്റ്റ് ആർട്ടിക്കിൾ ഹിയറിൻ ഫൗണ്ട് വിച്ച് ഈസ് റീസണബിളി സസ്പെക്റ്റഡ് ടു ബി സ്റ്റോളൻ, അത് സ്റ്റോളൻ പ്രോപ്പർട്ടി ആണെന്ന് റീസൺലി സസ്പെക്ട് ചെയ്താൽ അദ്ദേഹത്തിന് ആ പ്രോപ്പർട്ടി പൊസഷൻ എടുക്കാം, കൈവശം എടുക്കാം. ഹലോ ഹലോ റീസണബിളി സസ്പെക്റ്റഡ് ടു ബി സ്റ്റോളൻ, അങ്ങനെ സസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാം? സംശയം ഉണ്ടെങ്കിലും ആ പ്രോപ്പർട്ടി കസ്റ്റഡിയിൽ എടുക്കാം. പിന്നെ എന്ത് പറഞ്ഞ? ഒബ്ജക്ഷൻ ആർട്ടിക്കിൾ വിച്ച് ഈസ് ഇൻ ദിസ് സെക്ഷൻ അപ്ലൈസ്, അത് ഒബ്ജക്ഷൻ ആർട്ടിക്കിൾ ആണെന്ന് തോന്നിയാലും കസ്റ്റഡിയിൽ എടുക്കാം. ഡി ടു കൺവേ സച്ച് പ്രോപ്പർട്ടി ഓർ ആർട്ടിക്കിൾ ബിഫോർ ദ മാജിസ്ട്രേറ്റ്, ആ സാധനം എവിടെ പ്രൊഡ്യൂസ് ചെയ്യണം? മജിസ്ട്രേറ്റിന് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓർ ടു ഗാർഡ് ദ സെയിം ഓൺ ദ സ്പോട്ട്, അല്ലെങ്കിൽ പോലീസുകാർ ആ സ്പോട്ടിൽ കാവലിരിക്കണം. അതുകൊണ്ട് പോലീസുകാരൻ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് മജിസ്ട്രേറ്റിന് മുമ്പ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. Until offender is take before the magistrate or otherwise to dispose it is some place for safety, ഒരു അത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നത് വരെയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ കയ്യിൽ എത്തിക്കുന്നത് വരെയോ പോലീസ് എന്ത് ചെയ്യണം? അവിടെ ഗാർഡ് ചെയ്യണം, അല്ലേ? Until the offender is taken before the magistrate, ഒഫൻഡറെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് വരെയോ അവിടെ എന്ത് ചെയ്യാം? പ്രോസസ് ചെയ്യാം. സാധാരണ കൈപ്പണി ചെയ്യാറില്ല. അപ്പോഴേ ഈ സാധനം തൂക്കിയെടുത്ത് വല്ല കളക്ടർ ഓഫീസിലോ മജിസ്ട്രേറ്റ് ഓഫീസിലോ കൊണ്ടുകൊടുത്ത് പോലീസ് തലേന്ന് തടിയൂരും. മനസ്സിലായോ? ടു ടേക്ക് ഇൻ ടു കസ്റ്റഡി, എന്നിട്ട് എന്ത് ചെയ്യാം? കസ്റ്റഡി എടുക്കാം. ആൻഡ് ക്യാരി ബിഫോർ എ മജിസ്ട്രേറ്റ് ഈവൻ എവരി പേഴ്സൺ ഫൗണ്ട് ഇൻ ദ പ്ലേസ് ഹു അപ്പിയേഴ്സ് to have been privy of deposit of sale or production of any such property or article knowing or having reason to cause or suspected to be stolen property, or as the case may be objectionable article which is in his possession. Okay, നോക്കൂ അവിടെ പറഞ്ഞറിയുമോ? ടു ടേക്ക് ഇൻ ടു കസ്റ്റഡി, കസ്റ്റഡിയിൽ എടുക്കാം. ആൻഡ് ക്യാരി ബിഫോർ എ മജിസ്ട്രേറ്റ് എവരി പേഴ്സൺ ഫൗണ്ട് ഇൻ സച്ച് പ്ലേസ്, ആ പ്രദേശത്ത് കണ്ട് എത്തിയ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാം. ഹു അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ പ്രീവി ടു സച്ച് ഡെപ്പോസിറ്റ്, അവിടെ ആ ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിൾ അല്ലെങ്കിൽ സ്റ്റോളൻ പ്രോപ്പർട്ടി കൊണ്ടുവച്ചത് ആണ് എന്ന് തോന്നുന്ന രീതിയിൽ ആ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ ആൾക്കാരെ, പിടിച്ച ആൾക്കാരെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാം. അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യാൻ വന്നവരെ, വിൽക്കാൻ വന്നവരെ, വാങ്ങാൻ വന്നവരെ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്തവരെ, പ്രൊഡക്ഷൻ ഓഫ് എനി സച്ച് പ്രോപ്പർട്ടി ഓർ ആർട്ടിക്കിൾ നോയിങ് ഓർ ഹാവിങ് റീസൺ ടു കോസ് സച്ച് സസ്പെക്ട്, അത് അവിടെ കൊണ്ടുവച്ചവരാണ്, അല്ലെങ്കിൽ അത് വാങ്ങാൻ വന്നവരാണ്, അല്ലെങ്കിൽ അത് വിൽക്കാൻ വന്നവരാണ്, അല്ലെങ്കിൽ അത് ഗാർഡ് ചെയ്യാൻ വന്നവരാണ് എന്ന് ആരെങ്കിലും സസ്പെക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവരെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാം. It to be stolen property as the case may be objectionable article which is the section applies. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ രണ്ട് നോക്കൂ, ഒന്ന് വായിച്ചേ. രണ്ട് The objection article to which this section applies are counterfeit coin, the piece of metal making contravention of the Metal Token Act
1889 or brought into India in contravention of any notification for the time being in force under Section 11 of the Customs Act 1962. C. Counterfeit currency note, counterfeit stamps. D. Forged documents. E. False seals. മതി അവിടെ നിൽക്കട്ടെ, കാരണം നമുക്ക് അടുത്ത പേജ് മറിച്ച് ആ ബാക്കിയും കൂടെ ഒന്ന് പറയാമല്ലോ. ഒബ്ജക്ഷൻ ആർട്ടിക്കിൾ എന്ന് നമ്മൾ മേളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ എക്സ്പ്ലനേഷൻ ആയി പറയുന്നത്. കൗണ്ടർഫിറ്റ് കോയിൻ, സർക്കാർ അടിക്കാതെ പ്രൈവറ്റ് പാർട്ടി കോയിൻ അടിച്ചാൽ അത് ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിളാണ്. പീസ് ഓഫ് മെറ്റൽ മെയ്ഡ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് ദ മെറ്റൽ ടോക്കൺസ് ആക്ട് 1889. മെറ്റൽ ടോക്കൺസ് ആക്ട് 1889 എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അത് പ്രകാരം എന്തെങ്കിലും മെറ്റൽ ഉണ്ടാക്കിയാൽ അത് ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിളാണ്. or brought into India to contravention of any notification of thing being forced under Section 11 of Customs Act 1962. ഇപ്പോൾ കസ്റ്റംസ് ആണല്ലോ സ്വപ്നെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. കസ്റ്റംസ് ആക്ട് 11 പെടാത്ത സാധനങ്ങൾ അല്ലേ? കസ്റ്റംസ് ആക്ട് 11 പ്രകാരം ഏതെങ്കിലും സാധനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ അതും ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിളാണ്. അപ്പോൾ കസ്റ്റംസ് ആക്ട് 11 പ്രകാരമാണ് സ്വപ്നയെ പിടിച്ചിട്ടേക്കുന്നത്. പിടിച്ചതെന്നല്ല, സാധനം പിടിച്ചത്. അടുത്തത് കൗണ്ടർഫിറ്റ് കറൻസി നോട്ട്, കൗണ്ടർഫിറ്റ് സ്റ്റാമ്പ്. കറൻസി നോട്ട് സർക്കാർ അടിയാണ് അടിക്കേണ്ടത്. സർക്കാർ അടിക്കാതെ പ്രൈവറ്റ് പേഴ്സൺ നോട്ട് അടിച്ചാൽ അത് കൗണ്ടർഫിറ്റ് ആണ്. ഇപ്പൊ സ്റ്റാമ്പ്, മുദ്രപത്രം അല്ലേ? മുദ്രപത്രം സർക്കാരാണ് അടിക്കേണ്ടത്. അത് ആരടിച്ചാൽ, പ്രൈവറ്റ് പാർട്ടി അടിച്ചാൽ അതും ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിളാണ്. ഫോർജഡ് ഡോക്യുമെന്റ്, ഫോർജഡ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്, തെറ്റായ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കുക. എന്തുവാ വിസിറ്റിംഗ്, അവർ പറയുന്നു, സർക്കാർ പറയുന്നു സ്വപ്ന സ്ഥിരം സ്റ്റാഫ് അല്ല, പക്ഷേ അവരുടെ വിസിറ്റിംഗ് കാർഡിനകത്ത് സർക്കാരിന്റെ ആനമുദ്രയുണ്ട്. ദാറ്റ് ഈസ് ഫോർജഡ് ഡോക്യുമെന്റ് അല്ലേ? യെസ്. ഫാൾസ് സീല്, സർക്കാരിന്റെ സീല് വെച്ചുകൊണ്ട് സ്വപ്ന പലയിടത്തും ഒപ്പിട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. ഫാൾസ് സീല്. ഒബ്സീൻ ഒബ്ജക്ട് റെഫേർഡ് ഇൻ സെക്ഷൻ 292 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്. ഒബ്സീൻ, ഒബ്സീനിറ്റി എന്താ? 292 അത് വിശദമായി പറയുന്നുണ്ട്. IPC പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കും കേട്ടോ. ജി. ഇൻസ്ട്രുമെന്റ്സ് ഓർ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ the production of any of the articles mentioned in subclause A and F. A മുതൽ F വരെ പറയുന്ന എന്ത് സാധനമാണെങ്കിലും അതെന്താണ്? ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിൾ ആണ്. മനസ്സിലായോ? യെസ്. അടുത്തൊന്ന് വായിച്ചേ. 95. Power to declare certain publications forfeited and to issue search warrants for the same. 1. Where any newspaper or book or be look document, any document, whenever wherever printed appears to the state government to contain any matter the publication of which is punishable under section 124A or section 153A or section 153B or section 292 or section 293 or section 295A of IPC. The state government may, by notification stating the grounds of its opinion, declare every copy of the issue of the newspaper containing such matter and every copy of such book or other document to be forfeited to government, and thereupon any police officer may seize the same whenever found in India, and any magistrate may by warrant authorize any police officer not below the rank of sub-inspector to enter upon and search for the same in any premises where any copy of such issue or such book or other document may be reasonably suspected to be. കഴിഞ്ഞോ? Okay. നോക്കൂ. Power to declare certain publication forfeited and issue search warrant for the same. നിലവിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം?
അതിനെ ഡിക്ലെയർ ചെയ്യാം, എന്തായിട്ട് അതിനെ ഫോർഫീറ്റ് ചെയ്യാം. ഓക്കെ. 95. 1. Where any newspaper or book. ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുന്ന ഏത് ന്യൂസ് പേപ്പറിനെയും ബുക്കിനെയും ഡിക്ലെയർ ചെയ്ത് പിടിച്ചെടുക്കാം. ഓക്കെ. എനി ഡോക്യുമെന്റ്, സർക്കാരിന്റെ വിശാലമായ അധികാരം CRPC കൊടുത്തേക്കുന്നത്, ഏത് ഡോക്യുമെന്റും എന്തായാം ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാം, പിടിച്ചെടുക്കാം. വേർ പ്രിന്റഡ്, പ്രിന്റർ ആണെങ്കിൽ appears of the state to contain any matter the publication of which is published under section 124A of section 123 or section 123B or section 292 or section 293 or section 295A of Indian Penal Code. ഈ വകുപ്പുകൾ പ്രകാരമാണ് ഒരു സാധനം പബ്ലിഷ് ചെയ്തതെന്ന് ഗവൺമെന്റിന് തോന്നിയാൽ 124A. എന്താ 124A? IPC അറിയുമോ? ഇല്ല. IPC ചോദിച്ചായിരുന്നു, കിട്ടി, പക്ഷേ 2 വർഷം മുന്നേ ആയിരുന്നു. അതുകൊണ്ട് ഓർമ്മ നഷ്ടപ്പെട്ടു. 124A അല്ലേ സെഡിഷൻ. സെഡിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാരിനെയും സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരെയും സർക്കാരിന്റെ ഓഫീസിനെയും അപകീർത്തിപ്പെടുത്തുന്നതാണ് സെഡിഷൻ. സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരെയും സർക്കാർ ഓഫീസുകളെയും അപകീർത്തിപ്പെടുത്തുന്നതിനാണ് സെഡിഷൻ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? 153A അല്ലേ? 153A എന്ന് പറഞ്ഞാൽ promoting entering between the different groups of religion, race, place, birth, residence, language, doing act or prejudice to maintain or harmony. നോക്കൂ, ഇന്ത്യയിലെ നിലനിൽക്കുന്ന ഹാർമണി, നല്ല സ്വഭാവം, മനുഷ്യർ പ്രശ്നങ്ങളും ഉണ്ടാക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാ? പ്രൊമോട്ടിങ് എനിമിറ്റി ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് റിലീജിയൻ, 2 മതങ്ങൾ തമ്മിലുള്ള മതവൈര്യം പ്രൊമോട്ട് ചെയ്താൽ, 2 റേസുകൾ തമ്മിലുള്ള, റേസുകൾ എന്ന് പറഞ്ഞാൽ മതത്തിനകത്തുള്ള ജാതിയെ പോലും സാധനമാണ്. പ്ലേസ് ഓഫ് ബർത്ത്, മലയാളിയും തമിഴിനെയും തമ്മിൽ അടിപ്പിച്ചാൽ പ്ലേസ് ഓഫ് ബർത്ത്. റെസിഡൻസ്, 2 സ്ഥലത്ത് താമസിക്കുന്നവരെ തമ്മിൽ തല്ലിച്ചാൽ, 2 ഭാഷകൾ പറയുന്നവരെ തമ്മിൽ തല്ലിച്ചാൽ, and doing act prejudicial to maintain the harmony, offense committed in the place of worship. ആരാധനാലയങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ എവിടെ വരും? 153A വരും. മനസ്സിലായോ? പിന്നെ 153B. 153B എന്താ? imputation, assertion, prejudicial to national integration. ദേശീയ ഉദ്ഗ്രഥനത്തിന് എതിരെ പ്രവർത്തിക്കുന്നു എന്ന് തോന്നിയാൽ, ദേശീയ ഉദ്ഗ്രഥനം അല്ലേ, അതിനെതിരെ നമ്മൾ പ്രവർത്തിച്ചാൽ 153B പെടുന്നു. 292 എന്തുവാ? നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, എന്താ പ്രധാനം? മറന്നുപോയോ? സെയിൽ ഓഫ് ഒബ്സീൻ ബുക്ക്. പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഷകൾ, ചിത്രങ്ങളുള്ള ബുക്കുകളെ സെയിൽ ചെയ്താൽ എന്താണ്? 292. അടുത്ത 293 എന്താ? സെയിൽ എക്സെട്രാ ടു ഒബ്സീൻ ഒബ്ജക്ട് ഓഫ് ടു യങ് പേഴ്സൺ. ചെറുപ്പക്കാർക്ക്, യങ് പേഴ്സൺ ഒബ്സീൻ ബുക്കുകൾ വിറ്റാൽ. ഓക്കെ. അടുത്ത 295 എന്താ പറഞ്ഞേക്കുന്നത്? 295 പറഞ്ഞത് ഇൻജുറി ഓർ ഡിഫേമിംഗ് പ്ലേസ് ഓഫ് വർഷിപ്പ് വിത്ത് ഇന്റന്റ് ടു ഇൻസൾട്ട് ദ റിലീജിയൻ ഓഫ് എനി ക്ലാസ്. ഒരു പ്രത്യേക മതത്തിൽപ്പെടുന്നവർക്ക് ഇൻസൾട്ടും ഇഞ്ചുറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റുകളും പബ്ലിക്കേഷൻസും ഒക്കെ നടത്തിയാൽ. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? 295A
295A എന്തുവാ? Deliberate and malicious acts intend to outrage the religious feeling of the class and insulting the religion or religious belief. ഒരു മതത്തിലെയോ മതവിശ്വാസത്തിലെയോ പെടുത്തുന്ന മതവിശ്വാസം വ്രണപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്ത് ചെയ്യാം? പവർ ടു ഡിക്ലെയർ സർട്ടൻ പബ്ലിക്കേഷൻ ഫോർഫീറ്റഡ്. ആ പബ്ലിക്കേഷനെ ഒബ്ജക്ഷണൽ ആർട്ടിക്കിളായി ഡിക്ലെയർ ചെയ്യാം, ഫോർഫീറ്റ് ചെയ്യാം, സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യാം. മനസ്സിലായോ? അടുത്തത്, ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ബേ മൈ നോട്ടിഫിക്കേഷൻ സ്റ്റേറ്റിംഗ് ദ ഗ്രൗണ്ട്സ് ഓഫ് ദിസ് ഒപ്പീനിയൻ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇങ്ങനെ ഈ വകുപ്പുകൾ പറഞ്ഞിട്ട് അതിനകത്ത് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഗവൺമെന്റ് ഒബ്ജക്ഷൻ പറയണം, ഒപ്പീനിയൻ പറയണം. ഒബ്ജക്ഷൻ അല്ല, ഒപ്പീനിയൻ പറയണം. ഓക്കെ. ആൻഡ് ഡിക്ലെയർ എ വെരി കോപ്പി ഓഫ് ദ ഇഷ്യൂസ് ഓഫ് പേപ്പർ കണ്ടെയ്നിങ് സച്ച് മാറ്റർ. അങ്ങനെയുള്ള മാറ്റർ അടങ്ങിയ പേപ്പറിന്റെ എല്ലാ കോപ്പിയും എന്ത് ചെയ്യണം? ഒബ്ജക്ഷണൽ ആർട്ടിക്കിളായി ഡിക്ലെയർ ചെയ്യണം. ആൻഡ് എ വെരി കോപ്പി ഓഫ് സച്ച് ബുക്ക്. ആ ഒരു ബുക്കിലാണ് പ്രസിദ്ധീകരിച്ചെങ്കിൽ ബുക്കിലെ എല്ലാ കോപ്പിയും ഒബ്ജക്ഷണൽ ആർട്ടിക്കിളായി ഡിക്ലെയർ ചെയ്യണം. ഓക്കെ. അതർ ഡോക്യുമെന്റ് ഫോർഫീറ്റഡ് ടു ഗവൺമെന്റ്. മറ്റെന്തെങ്കിലും ആർട്ടിക്കിൾ ആണെങ്കിൽ അതും എന്ത് ചെയ്യണം? എല്ലാം ഫോർഫീറ്റ് ചെയ്യണം. നോക്കൂ, thereupon any police officer may seize the same whenever found India. അങ്ങനെ ഡിക്ലെയർ ചെയ്താൽ ഇന്ത്യയിൽ എവിടെ കണ്ടാലും ഏത് പോലീസ് ഓഫീസർക്കും ആ ആർട്ടിക്കിൾ എന്ത് ചെയ്യാം? പിടിച്ചെടുക്കാം, കേസെടുക്കാം. പിടിച്ചെടുക്കൽ മാത്രമല്ല, കേസെടുക്കാം. ഓക്കെ. forfeited the government thereupon the police officer may seize. shall എന്ന് പറഞ്ഞിട്ടില്ല, നിർബന്ധമായും പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മേ സീസ്, വേണമെങ്കിൽ പിടിച്ചെടുക്കാം. മേ സീസ് the same whenever found in India and the magistrate may by warrant authorize the police officer not below the rank of sub-inspector. അങ്ങനെ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം? ഉത്തരവിടാം, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് ഇൻസ്പെക്ടർ ടു എൻ്റർ അപ്പോൺ സർ ദ സെയിം. ഈ സാധനം ഉണ്ട് എന്ന് കരുതുന്ന എവിടെയും എന്ത് ചെയ്യുക? എൻ്റർ ചെയ്യാം. ഇൻ എനി premises where the copy of issue of the such book or document may be or may reasonably suspected. അത് ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലത്ത് എവിടെ വേണമെങ്കിലും പ്രവേശിച്ചുകൊണ്ട് ആ ബുക്ക് അല്ലെങ്കിൽ ആ പ്രസിദ്ധീകരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എനി മജിസ്ട്രേറ്റ് ക്യാൻ ഇഷ്യൂ വാറണ്ട്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അടുത്ത വായിച്ചേ. 2 3 കൂടെ വായിച്ചോ. In this section 96, newspaper and book have the same meaning as in the Press and Registration of Books Act 1867. B. Document includes any painting, drawing or photograph or other visual representation. No order passed or action taken under this section shall be called in question in any court otherwise than in accordance with the provisions of 96. നോക്കൂ, in this section and section 96, ഈ സെക്ഷനിലും ഇനി വരാൻ പോകുന്ന സെക്ഷനിലും ന്യൂസ് പേപ്പർ എന്നും ബുക്കെന്നും പറഞ്ഞാൽ ഹാവ് ദ സെയിം മീനിങ് ഇൻ ദ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ബുക്ക് ആക്ട് 1867, 25 of 1867. 1867 ആരാ ഇന്ത്യ ഭരിച്ചേ? ബ്രിട്ടീഷുകാർ നമുക്കൊരു ബുക്ക് നിയമം ഉണ്ടാക്കി തന്നത് എന്തുവാ? പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ബുക്ക് ആക്ട് 1867. അതാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് ബ്രിട്ടീഷുകാർ നമ്മൾ തന്തയ്ക്കും പറയും അല്ലേ? ശരി. അടുത്തത്, ഡോക്യുമെന്റ് includes any painting, drawing or photograph or other visible representation. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? പെയിന്റിങ് വരും, ഡ്രോയിങ് വരും, ഫോട്ടോഗ്രാഫ് വരും. കണ്ണിന് കാണാൻ വരുന്ന എന്ത് സാധനം എന്ത് വരും? ഡോക്യുമെന്റ് വരും. അടുത്ത്, no order passed or action taken under section shall be called in the question of any court or otherwise than accordance the provisions of section 96. താഴെ പറയുന്ന 96 പ്രകാരമല്ലാതെ
ഒരു കോടതിയും സർക്കാരിന്റെ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്ന് മനസ്സിലായി? അപ്പോ ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഒരു സാധനത്തിന് ഓർഡർ ഇറക്കിയാൽ സെക്ഷൻ 96 പ്രകാരം അല്ലാതെ ചലഞ്ച് ചെയ്യാനേ പറ്റില്ല. ഇൻഹെറിറ്റന്റ് പവർ അവിടത്തേക്ക്, ഇൻഹറന്റ് പവർ. മനസ്സിലായോ? അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത അധികാരത്തിനെയാണ് നമ്മൾ ഇൻഹറന്റ് പവർ എന്ന് പറയുന്നത്. അല്ലെ വേറൊരു പേര് പറയാം, എന്താ? ഇമ്മ്യൂണിറ്റി എന്ന് പറയും. പ്രസിഡന്റിനെതിരെ സിവിൽ കേസ് എടുക്കാൻ പറ്റത്തില്ല, ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റത്തില്ല, അല്ലേ? ഇമ്മ്യൂണിറ്റി. ഓക്കെ, ശരി. അടുത്ത വായിച്ചേ. കമന്റ് ഉണ്ടോ? വായിക്കുക കേട്ടോ. Comment, power to issue a declaration or forfeiture under section 95 postulates compliance with 10 essential conditions. 1. The government must form the opinion to the effect that such a newspaper, book or document contain any matter the publication of which is punishable under section 124A or section 153A or section 153B or section 292 or section 293 or section 295A of Indian Penal Code and the government must state the grounds of its opinion. State of Maharashtra versus Sankaraj Damodar Rupawat 7 SSC 398 6 scale 66 7 നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു കോടതിയിൽ ഒരു കേസ് വന്നപ്പോൾ സുപ്രീം കോടതി, അല്ലേ, സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് സംഘരാജ് ദാമോദർ റുപാന്തേ എന്ന കേസിൽ 2010 7 SCC 398 പേജ് നമ്പറിൽ ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? പവർ ടു ഇഷ്യൂ എ ഡിക്ലറേഷൻ ഓഫ് ഫോർഫീച്ചർ അണ്ടർ സെക്ഷൻ 95. സെക്ഷൻ 95 പ്രകാരം ഫോർഫീച്ചർ ചെയ്യാനുള്ള പവർ postulates compliance with 10 essential conditions. മുമ്പേ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിലെ ഏതെങ്കിലും 2 കണ്ടീഷൻ പ്രകാരം കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇതിനെന്തോ പറഞ്ഞു? 1. The government must form the opinion of to effect that such newspaper. ആ ന്യൂസ് പേപ്പറുമായി ആ വാർത്ത വന്നത്, പർട്ടിക്കുലർ വാർത്ത വന്നതുമായി ഗവൺമെന്റ് ഒപ്പീനിയൻ സ്വരൂപിക്കണം. ബുക്കിനെ കുറിച്ച് ഒപ്പീനിയൻ സ്വരൂപിക്കണം. അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആണെങ്കിൽ ഡോക്യുമെന്റിനെ കുറിച്ച് ഒപ്പീനിയൻ സ്വരൂപിക്കണം. കണ്ടെയ്ൻ എനി മാറ്റർ. അതിനെന്ത് വേണം? ദ പബ്ലിക്കേഷൻ ഓഫ് വിച്ച് ഈസ് പബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 120A 124A വരുമോ, 125 153A വരുമോ, 153B വരുമോ, 292 വരുമോ, 293 വരുമോ, 295A വരുമോ, അത് IPCയുടെ ഈ സെക്ഷനുകൾ വരുന്നു എന്ന് ആദ്യം ഒപ്പീനിയൻ ഫോം ചെയ്യണം. അത് ഫസ്റ്റ് ഒപ്പീനിയൻ. സെക്കൻഡ്, ദ ഗവൺമെന്റ് മസ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ ഗ്രൗണ്ട് ഓഫ് ഒപ്പീനിയൻ. രണ്ടാമത് സർക്കാരിന്റെ അഭിപ്രായം പറയണം. അത് ഈ പ്രകാരം എന്താണ്, ഒബ്ജക്ഷണബിൾ ആണോ എന്ന് പറയണം. അല്ലാതെ ഒരു ബുക്കിനെയോ ഒരു ന്യൂസ് പേപ്പറിനെയോ ഒരു ഡോക്യുമെന്റിനെയോ ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിളായി എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഹലോ, ഇല്ല, ഞാനൊരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് വിളിക്കാം. നാളെ എപ്പോൾ വിളിക്കും? 9:10 കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. 9 മണി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. താങ്ക് യു. ഓക്കെ. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. ശരി. അപ്പോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കണ്ട. അടുത്ത ഭാഗം അവിടെ നിൽക്കട്ടെ. ഇവിടെ തൽക്കാലം നിർത്താം. 96 മുതല പഠിക്കാമല്ലേ? ശരി. നാളെ കോടതി പോകുന്നുണ്ടോ? നാളെ നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലേക്ക് പോകും. അപ്പൊ എപ്പോ വീട്ടിൽ എത്തും?
വീട്ടിൽ ഒരു 3 മണി കഴിയുമ്പോൾ ഞാൻ വൈകിട്ട് ഇതേപോലെ വൈകിട്ട് ആ നോക്കാം. അവിടെ ചെന്ന് അതിന്റെ സെറ്റപ്പ് ഒക്കെ നോക്കിയിട്ട് ഒന്ന് വിളിച്ചോളൂ കേട്ടോ. ആ ആ ശരി ആയിക്കോട്ടെ. സാറേ അക്കൗണ്ട് നമ്പർ അതാ ഞാൻ പറഞ്ഞേ, നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ, ഞാൻ അയച്ചേക്കാം. ഓ ശരി. ഞാനങ്ങ് വിട്ടുപോയതാ, പൈസയുള്ള കാര്യമല്ലേ, ഞാൻ പൈസ കിട്ടിയാൽ എനിക്ക് നല്ലതല്ലേ. ശരി ആയിക്കോട്ടെ. ഓ ശരി സാർ, ഓക്കെ.